എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICDS സൂപ്പർവൈസർ എക്സാമിൻ്റെ സൈക്കോളജി പാർട്ടിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിയർ ഓഫ് ഓപ്പൺ പ്ലേസ് ഈസ് കോൾഡ്. ഓപ്പൺ സ്പേസിനോടുള്ള ഫിയർ അല്ലെങ്കിൽ പേടിയെ വിളിക്കുന്ന പേരെന്താണ്? അഗ്രോഫോബിയ, ആൽഗോഫോബിയ, അക്രോഫോബിയ. അക്രോഫോബിയ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഇതിനകത്ത് ആൻസർ ഏതാണെന്നുള്ളതാണ്. ഇപ്പൊ ഫിയർ ഓഫ് ഓപ്പൺ പ്ലേസ് ഈസ് കോൾഡ്, ആൻസർ എന്ന് പറയുന്നത് അഗ്രോഫോബിയ ആണ്. ഓപ്പൺ പ്ലേസിനോടുള്ള പേടിയെ വിളിക്കുന്നത് എന്താണ്? അഗ്രോഫോബിയ എന്നുള്ളതാണ്. എന്നാൽ ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കി വെക്കാം. അക്രോഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഹൈറ്റ് ആണ്. ഹൈറ്റിനോട് പേടി തോന്നുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അക്രോഫോബിയ എന്നുള്ളത്. എന്നാൽ ആൽഗോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോബിയ ഓഫ് പെയിൻ ആണ്. വേദനയോടുള്ള പേടിയാണ് ഏതെന്ന് പറയുന്നത്? ആൽഗോഫോബിയ എന്ന് പറയുന്നത്. എന്നാൽ എയ്റോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രീം ഫിയർ ഓഫ് ഫ്ലൈയിങ് ആണ്. അതായത് പറക്കുന്നതിനുള്ള പേടി. നമുക്ക് ഓർത്തു വെക്കാം, എയ്റോഫോബിയ. എയ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ എയ്റോപ്ലെയിനെയൊക്കെ ഓർത്താൽ മതിയല്ലോ. അപ്പൊ ഫ്ലൈയിങ്ങിനോടുള്ള പേടിയാണ് ഏതെന്ന് പറയുന്നത്? എയ്റോഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫോബിയാസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഏതാണ്? ഫിയർ ഓഫ് ഓപ്പൺ പ്ലേസ് ഈസ് കോൾഡ് അഗ്രോഫോബിയ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അക്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഹൈറ്റ് ആണ്. അതുപോലെ ആൽഗോഫോബിയ എന്ന് പറഞ്ഞാൽ ഫോബിയ ഓഫ് പെയിൻ ആണ്. അതുപോലെ എയ്റോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രീം ഫിയർ ഓഫ് ഫ്ലൈയിങ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോസോപഗ്നോസിയ ഈസ് ദ ഇൻഎബിലിറ്റി ടു ഡിറ്റക്ട് ഫെമിലിയർ സൗണ്ട് ആണോ, പ്ലേസ് ആണോ, ഒബ്ജക്റ്റ് ആണോ, അതോ ഫേസ് ആണോ? പ്രോസോപഗ്നോസിയ ഈസ് ദ ഇൻഎബിലിറ്റി എന്നാ പറഞ്ഞേക്കുന്നത്. ഇൻഎബിലിറ്റി കഴിവില്ലായ്മ. എന്തിനോടുള്ള? ഇൻഎബിലിറ്റി ടു ഡിറ്റക്ട് ഫെമിലിയർ. എന്താണ് ആൻസർ? ഫേസ് ആണ്. അപ്പൊ നോക്കിക്കേ, പ്രോസോപഗ്നോസിയ ഈസ് ദ ഇൻഎബിലിറ്റി ടു ഡിറ്റക്ട് ഫെമിലിയർ ഫേസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിനുണ്ടാകുന്ന ക്ഷതം അല്ലെങ്കിൽ മസ്തിഷ്കത്തിനുണ്ടാകുന്ന പ്രോബ്ലത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? പ്രോസോപഗ്നോസിയ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the form of conditioning in which the conditioned stimulus and the unconditioned stimulus begin and end at the same time is called. Reconditioning ആണോ, എക്സ്റ്റിങ്ഷൻ ആണോ, സൈമുൾട്ടേനിയസ് കണ്ടീഷനിങ് ആണോ, ബാക്ക്വേർഡ് കണ്ടീഷനിങ് ആണോ? ഈ കണ്ടീഷനിങ് അല്ലെങ്കിൽ കണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, ഇതൊക്കെ എവിടെ വരുന്നതാണ്? നമ്മുടെ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ദ ഫോം ഓഫ് കണ്ടീഷനിങ് ഇൻ വിച്ച് ദ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് ദ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ബിഗിൻ ആൻഡ് എൻഡ് അറ്റ് ദ സെയിം ടൈം. കണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും ബിഗിൻ ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഒരേ സമയമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? എന്നിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ പാവ്ലോവിന്റെ പരീക്ഷണം എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. പാവ്ലോവ് പരീക്ഷണം നടത്തിയത് എന്തിലാണ്? ഡോഗിലാണല്ലേ. പാവ്ലോവ് പരീക്ഷണം നടത്തിയത് ഡോഗിലാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പരീക്ഷണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിയറി ആയിട്ടുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ എന്താണ് പറയുന്നത്? അതായത് ഈ ഡോഗിന്, നായയ്ക്ക് അദ്ദേഹം ഭക്ഷണം കൊടുക്കുന്നു അല്ലെങ്കിൽ ഇറച്ചിക്കഷ്ണം കൊടുക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഈ ഇറച്ചിക്കഷ്ണം കൊടുക്കുന്നതോടൊപ്പം ഒരു മണിയടി ശബ്ദം കൂടി കേൾപ്പിക്കുന്നു. പിന്നീട് ഈ നായ അതുമായിട്ട് പൊരുത്തപ്പെടുകയും കണ്ടീഷൻഡ് ആവുകയും മണിയടി ശബ്ദം മാത്രം കേൾക്കുന്ന സമയത്തും ഉമിനീർ സ്രാവം നായയിൽ ഉണ്ടാകുന്നു. നേരത്തെ എന്ന് പറയുന്നത് ഫുഡ് കൊടുക്കുന്ന സമയത്താണ് നായയിൽ ഉമിനീർ സ്രാവം ഉണ്ടാകുന്നത്. എന്നാൽ അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? അവിടെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് കൂടി ആഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ട് അവിടെ കൊടുത്തിരുന്നത് ഒരു മണിയടി നാദമാണ്, ഒരു ബെൽ ശബ്ദമാണ് കൊടുത്തിരുന്നത്. അപ്പം നായയിൽ ഈ മണിയടി ശബ്ദം കേൾക്കുന്ന സമയത്ത് എനിക്ക് ഫുഡ് കിട്ടും എന്ന് പറയുന്ന ഒരു
റെസ്പോൺസ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. കണ്ടീഷനിങ് നടക്കുന്നതിന് മുൻപ്, കണ്ടീഷനിങ് നടക്കുന്ന സമയത്ത്, ആഫ്റ്റർ കണ്ടീഷനിങ്, ബിഫോർ കണ്ടീഷനിങ്, കണ്ടീഷനിങ്, ആഫ്റ്റർ കണ്ടീഷനിങ്. ഇതാണ് 3 ഘട്ടം എന്ന് പറയുന്നത്. ബിഫോർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ നായയില് കണ്ടീഷനിങ് നടക്കുന്നതിന് മുൻപ് ഇദ്ദേഹം നായ്ക്ക് ഫുഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇറച്ചി കഷ്ണം കൊടുക്കുന്നു. അതെന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. നായ്ക്ക് കൊടുക്കുന്നത് എന്താണ്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അപ്പൊ നായയില് അവിടെ ഒരു റെസ്പോൺസ് ഉണ്ടാകും. എന്ത് റെസ്പോൺസാ ഉണ്ടാകുന്നേ? നായ എന്ന് പറയുന്നത് സലൈവേറ്റ് ചെയ്യും, അതായത് ഉമിനീർ സ്രാവം ഉണ്ടാക്കും. അതിനെ നമ്മൾ വിളിക്കുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നാണ്. അപ്പം ബിഫോർ കണ്ടീഷനിങ് നടക്കുന്ന എന്താണ്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുക്കുന്നു, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാകുന്നു. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് ഇവിടെ പറയുന്നത് എന്താണ്? നായ്ക്ക് കൊടുത്ത ഫുഡാണ്, അല്ലെങ്കിൽ ഇറച്ചി കഷ്ണമാണ്. അവിടെ ഉണ്ടാകുന്ന അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്? നായയില് ഉമിനീർ സ്രാവം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അവിടെ കണ്ടീഷനിങ് നടന്നിട്ടില്ലല്ലോ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടീഷനിങ് നടക്കുന്ന സമയത്ത് നായ്ക്ക് ആദ്യം ഫുഡ് കൊടുക്കുന്നു, അതായത് ഇറച്ചി കഷ്ണം കൊടുക്കുന്നുണ്ട്. അതെന്താണ്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാവ്ലോവ് അവിടെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ്? മണിയടിനാദമാണ്, അല്ലെങ്കിൽ ബെൽ ശബ്ദമാണ്. അപ്പൊ ഇത് രണ്ടും ഈ കണ്ടീഷനിങ് നടക്കുന്ന സമയത്ത് പാവ്ലോവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നായയില് റെസ്പോൺസ് ഉണ്ടാകുന്നുണ്ട്. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. കാരണം എന്ന് പറഞ്ഞാല് നായ മണിയടിനാദത്തിനല്ല റെസ്പോൺസ് ഉണ്ടാക്കിയേക്കുന്നത്. എന്തിനാണ്? കൊടുത്ത ഭക്ഷണത്തിനാണ്. ഇനി കണ്ടീഷനിങ് നടന്നതിന് ശേഷം ആഫ്റ്റർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ഇവിടെ നായ്ക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, ഇറച്ചി കഷ്ണം കൊടുക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? മണിയടിനാദം മാത്രം കേൾപ്പിക്കുന്നു, അതായത് ബെല്ലിന്റെ ശബ്ദം മാത്രം കേൾപ്പിക്കുന്നു. അപ്പൊ നായ എന്ത് വിചാരിക്കും? എനിക്ക് ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എന്തുണ്ടാക്കും? അവിടെ ഉമിനീർ സ്രാവം ഉണ്ടാക്കും, അല്ലെ? സലൈവ ഉണ്ടാക്കും. അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നും കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നും. അപ്പൊ ആഫ്റ്റർ കണ്ടീഷനിങ്ങിലാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻഡ് റെസ്പോൺസും ഉണ്ടാകുന്നത്. ഇങ്ങനെ 3 ഘട്ടത്തിലായിട്ടാണ് പാവ്ലോവിന്റെ പരീക്ഷണം നടക്കുന്നത്. അതായത് പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ബിഫോർ കണ്ടീഷനിങ് ഉണ്ട്, കണ്ടീഷനിങ് ഉണ്ട്, ആഫ്റ്റർ കണ്ടീഷനിങ് ഉണ്ട്. അപ്പൊ ഈ സമയത്തെല്ലാം ഉണ്ടാകുന്ന റെസ്പോൺസ് എങ്ങനെയാണെന്നും നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. ദ ഫോം ഓഫ് കണ്ടീഷനിങ് ഇൻ വിച്ച് ദ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് ദ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ബിഗിൻ ആൻഡ് എൻഡ് അറ്റ് ദ സെയിം ടൈം ഈസ് കോൾഡ്. ആൻസർ എന്ന് പറയുന്നത് ഏതാ? സൈമുൾട്ടേനിയസ് കണ്ടീഷനിങ് ആണ്. സൈമുൾട്ടേനിയസ് കണ്ടീഷനിങ് രണ്ടും എന്താണ്? ഒരേ സമയം തന്നെ നടക്കുകയും അതുപോലെ തന്നെ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സൈമുൾട്ടേനിയസ് കണ്ടീഷനിങ് എന്നുള്ളത്. നെക്സ്റ്റ്, the ability to perceive objects or events that do not directly stimulate your sense organs. അടുത്ത ക്വസ്റ്റ്യൻ ആണ് the ability to perceive objects അല്ലെങ്കിൽ events that do not directly stimulate your sense organs. നമുക്ക് പെർസെപ്ഷൻ ഒക്കെ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? പെർസെപ്ഷൻ ഒക്കെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ വീക്ഷിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ എങ്ങനെയാണ്? നമ്മുടെ സെൻസ് ഓർഗൻസ് വഴി നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടും, അനുഭവവേദ്യമാകും, അല്ലെ? അപ്പം എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതല്ല. ദി എബിലിറ്റി ടു പെർസീവ് ഒബ്ജക്റ്റ് ഓർ ഇവന്റ്സ് that do not directly stimulate your sense organs. നമ്മുടെ സെൻസ് ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാതെ നമുക്ക് ഒബ്ജക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ഇവന്റിനെ പറ്റിയോ ഒക്കെ പെർസീവ് ചെയ്യാൻ സാധിക്കുന്നതിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ്? ടെലിപ്പതി ആണോ, പ്രീകോഗ്നിഷൻ ആണോ, ക്ലെയർവയൻസ് ആണോ, സൈക്കോ കൈനസിസ് ആണോ? ഇതാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത്
ക്ലെയർവോയൻസ് എന്നുള്ളതാണ്. അതായത് ഇന്ദ്രിയങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യാതെ നമുക്ക് ഒബ്ജക്റ്റിനെയും ഇവന്റ്സിനെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? ക്ലെയർവോയൻസ് എന്ന് പറയുന്നത്. ഇനി സൈക്കോകൈനസിസ് എന്ന് പറയുന്നത് കൈനറ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൈനസിസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു ഭൗതിക വസ്തുക്കളുടെ സാന്നിധ്യം ഇല്ലാതെ നമ്മുടെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് വസ്തുക്കളെ ചലിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? സൈക്കോ കൈനസിസ് എന്ന് പറയുന്നത്. പ്രീ കൊഗ്നീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി, ഭാവിയെ പറ്റിയൊക്കെ നമുക്ക് ഒരു മുൻധാരണ ഉണ്ടാകുന്നതാണ് ഏതെന്ന് പറയുന്നത്? പ്രീ കൊഗ്നീഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ക്ലിയർവോയൻസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ദ വേരിയബിൾ that is measured in an experiment is ഇത് ശ്രദ്ധിച്ചോണം. the variable that is measured in an experiment is എക്സ്പെരിമെന്റില് മെഷേർഡ് ചെയ്യുന്ന ആ വേരിയബിളിനെ വിളിക്കുന്ന പേരെന്താണ്? ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അതിനൊരു റിസൾട്ട് കിട്ടും അല്ലേ? എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്തിനാണ്? റിസൾട്ടിന് വേണ്ടിയിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്, എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? ഒരു റിസൾട്ട് ആണ്. അതിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണോ, ഡിപെൻഡന്റ് വേരിയബിൾ ആണോ, എക്സ്ട്രേനിയസ് വേരിയബിൾ ആണോ, അതോ സെക്കൻഡറി വേരിയബിൾ ആണോ? ഇതാണ് ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. നമുക്ക് ഏത് ആൻസർ വരും? ദ വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ ആൻ എക്സ്പെരിമെന്റ് ഈസ്, ആൻസർ എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഏതാണ്? ഡിപെൻഡന്റ് വേരിയബിൾ. അതായത് റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും? ഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഞാൻ ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കുമെന്ന് വിചാരിക്കാം. 5 മണിക്കൂർ പഠിച്ചാൽ അതിന്റെ ഔട്ട്കം എന്തായിരിക്കും? എനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അല്ലേ? ഞാൻ ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കും, അല്ലെങ്കിൽ ഒരുപാട് ടൈം പഠിക്കും. അപ്പൊ എനിക്കുണ്ടാവുന്ന ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് നല്ലൊരു റാങ്കിൽ എത്തിച്ചേരാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്. അതിനകത്ത് ഏതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഏതാണ് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് ചോദിച്ചാൽ, ഞാൻ കുറേ സമയം പഠിക്കും എന്നുള്ളത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതിന്റെ ഔട്ട്കം അല്ലെങ്കിൽ എനിക്ക് അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയത് എന്താണ്? എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി എന്ന് പറയുന്നത് എന്താണ്? അത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്, ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ദ വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ ആൻ എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റിൽ മെഷേർഡ് ചെയ്യുന്ന ആ വേരിയബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? ഡിപെൻഡന്റ് വേരിയബിൾ. പെട്ടെന്ന് മനസ്സിലാക്കാനെ കൊണ്ട് നമ്മൾ എന്ത് ഓർത്താൽ മതി? നമ്മുടെ ആ റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാലോ, ഞാൻ കുറേ സമയം പഠിക്കുന്നു, അതവിടെ റിസൾട്ട് അല്ലല്ലോ. കുറേ സമയം പഠിക്കുന്നു, ആ പഠിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഡിപെൻഡ് ആകുമ്പോൾ അതിന്റെ ഔട്ട്കം ആണെന്ന് ഓർത്തു വെച്ചേക്കും. അപ്പൊ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ ഡിപെൻഡന്റ് വേരിയബിളിനെയോ സ്വാധീനിക്കുന്നുണ്ട്, പക്ഷെ നേരിട്ട് ഇടപെടത്തില്ല. കാരണം എൻ്റെ ബുദ്ധിശക്തി, എനിക്ക് ബുദ്ധിശക്തിയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല. നല്ലൊരു റിസൾട്ട് മേടിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പഠിക്കാനായിട്ട് പറ്റുന്നില്ല. ഇത് എൻ്റെ റിസൾട്ടിനെ ബാധിക്കത്തില്ലേ? അങ്ങനെയുള്ള മറ്റൊരു ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത്? എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് നേരിട്ട് ഇതിനകത്ത് ഇടപെടുന്നില്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഔട്ട്കമ്മിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ എന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം. William Wundt founded the first laboratory of psychology in Germany in the year. വില്യം വുണ്ട് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർഷം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. 1879 വില്യം വുണ്ട് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിക്കുന്നത്. എവിടെ സ്ഥാപിച്ചു? ജർമ്മനിയിലാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? എവിടെ സ്ഥാപിച്ചു? ജർമ്മനിയിലാണ് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിക്കുന്നത്. എന്നാൽ ഏത് സർവകലാശാലയിലാണെന്ന് കൂടി നമ്മൾ ഓർത്തു വച്ചേക്കണം.
ജർമ്മനിയിലെ ലിപ്സീഗ് സർവകലാശാലയിലാണ് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല വില്യം വുണ്ട് സ്ഥാപിക്കുന്നത്. അപ്പൊ വർഷം സഹിതം നമ്മൾ ഓർത്തു വെച്ചേക്കണം. 1879 ജർമ്മനിയിലെ ലിപ്സീഗ് സർവകലാശാലയിലാണ് വില്യം വുണ്ട് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിക്കുന്നത്. വില്യം വുണ്ടിനെ എങ്ങനെ അറിയപ്പെടുന്നത്? മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ വില്യം വുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വില്യം വുണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹമാണ് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഈ വർഷം ഓർത്തു വെച്ചേക്കുക. ജർമ്മനിയിലാണെന്ന് ഓർത്തു വെച്ചേക്കുക. എന്താണ്, ഏത് സർവകലാശാലയിലാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഏത് സർവകലാശാലയിലാണ്? ജർമ്മനിയിലെ ലിപ്സീഗ് സർവകലാശാലയിലാണ് 1879 ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ. പ്രൊസീജിയറൽ മെമ്മറി ഈസ് അതർവൈസ് നോൺ ആസ്. പ്രൊസീജിയറൽ മെമ്മറിയെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണെന്ന്? എക്സ്പ്ലിക്റ്റ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി, എപ്പിസോഡിക് മെമ്മറി, സെമാന്റിക് മെമ്മറി. വീണ്ടും മെമ്മറി ഇല്ല. അപ്പൊ നോക്കിക്കേ, പ്രൊസീജിയറൽ മെമ്മറിയെ എങ്ങനെ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. പ്രൊസീജിയറൽ മെമ്മറിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്നുള്ളത്. എന്താണ് പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്? പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടേം മെമ്മറിയാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നു, നമ്മൾ സ്കൂട്ടർ ഓടിക്കുന്നു, അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്നു, കാർ ഓടിക്കുന്നു. നമ്മൾ ഒരു തവണ പഠിച്ചിട്ട് വീണ്ടും 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 അത് ചെയ്യുന്നില്ലല്ലോ. കാരണം എല്ലാ ദിവസവും രാവിലെ എണീറ്റ് വീണ്ടും ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ എങ്ങനെയാണ് ഇത് ഓടുന്നത്, അല്ലെ എങ്ങനെയാണ് സ്പീഡ് കൂട്ടുന്നത്, ഇതൊന്നും നമ്മൾ ഡെയിലി വീണ്ടും വീണ്ടും പഠിക്കുന്നില്ല അല്ലേ. നമ്മൾ പോകുന്ന വഴി, നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി നമുക്ക് എന്നും കാണാതെ പഠിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ മൈൻഡിൽ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടായാലും നമ്മൾ എന്ത് ചെയ്യും? അതേ വഴി കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ വണ്ടി ഓടിച്ചെത്തും അല്ലേ. കാരണം എന്താണ്? അത് നമ്മുടെ മനസ്സിൽ ഉറച്ചു പോയ മെമ്മറിയാണ്. അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഏത്? പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ പ്രൊസീജിയറൽ മെമ്മറിയെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഇംപ്ലിസിറ്റ് മെമ്മറി എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, our tendency to think of using objects only as they have been used in the past. ഓപ്ഷൻസ് തന്നേക്കാണ്. സ്കീമയാണോ, മെന്റൽ സെറ്റ് ആണോ, ഫങ്ഷണൽ ഫിക്സഡ്നെസ് ആണോ, അനലോഗി ആണോ? എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? അവർ ടെൻഡൻസി ടു തിങ്ക് ഓഫ് യൂസിങ് ഒബ്ജെക്ട്സ് only as they have been used in the past. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനൊരു മാറ്റമില്ലാതെ ഇപ്പോഴും നമ്മൾ അതിനെ പിന്തുടരുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണെന്ന്. ഇപ്പോൾ ടെക്നോളജീസ് ഒക്കെ ഒരുപാട് വളർന്ന ഇന്നത്തെ കാലത്ത് നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ടെക്നോളജീസ് ഒക്കെ വരുന്നതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനുശേഷം പുതിയ പുതിയ കാര്യങ്ങൾ വന്നപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാതെ വീണ്ടും പഴയതിൽ തന്നെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നത്. അവർ ടെൻഡൻസി ടു തിങ്ക് ഓഫ് യൂസിങ് ഒബ്ജെക്ട്സ് only as they have been used in the past. നമ്മൾ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവം തന്നെ ഇപ്പോഴും ഉപയോഗിക്കാനുള്ള ആ ടെൻഡൻസിയെ വിളിക്കുന്ന പേരെന്താണെന്നാണ് അതിൻ്റെ ആൻസർ ആണ് ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്നുള്ളത്. ആൻസർ ഏതാണ്? ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്നുള്ളതാണ്. എന്താണ് ക്വസ്റ്റ്യൻ? അവർ ടെൻഡൻസി ടു തിങ്ക് ഓഫ് യൂസിങ് ഒബ്ജെക്ട്സ് only as they have been used in the past. ആൻസർ ഏതാണ്? ഫങ്ഷണൽ ഫിക്സഡ്നെസ്. നെക്സ്റ്റ്, മാസ്ലോ റെഫേഴ്സ് ടു ഫിസിയോളജിക്കൽ സേഫ്റ്റി ആൻഡ് സോഷ്യൽ നീഡ്സ് ആസ് എസ്റ്റീം നീഡാണോ, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണോ, ഗ്രോത്ത് നീഡാണോ, ഡെഫിഷ്യൻസി നീഡാണോ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? മാസ്ലോയെ പറ്റിയാ പറഞ്ഞേക്കുന്നത് അല്ലേ. മാസ്ലോ എന്ന് പറയുന്നത് ഹ്യൂമനിസത്തിന്റെ ഉപജ്ഞാതാവാണ്, മാനവികതാവാദത്തിന്റെ ഉപജ്ഞാതാവാണ്. അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് ഏതെന്ന് പറയുന്നത്
മാസ്ലോയുടെ നീഡ് തിയറി എന്നുള്ളത്. ഏതാണ്? മാസ്ലോയുടെ നീഡ് തിയറി. നീഡ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യങ്ങളുടെ ശ്രേണിയാണ്. മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി അല്ലെങ്കിൽ നീഡ് തിയറി. അതിനകത്ത് ആ ശ്രേണിയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ തിയറിയുടെ അല്ലെങ്കിൽ ആ ശ്രേണിയുടെ ഏറ്റവും ഉയർന്ന തലമാണ് ഏത്? സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പൊ ആ ശ്രേണിയെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കണം. ഈ മാസ്ലോയുടെ ശ്രേണിയുടെ ഏറ്റവും താഴ്ന്ന തലം എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ഫിസിയോളജിക്കൽ നീഡാണ്. അതായത് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന, ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ ഉൾപ്പെടുന്നത്. നമ്മളെല്ലാം ആദ്യം എന്താ വിചാരിക്കുന്നത്? എനിക്കൊരു അടിസ്ഥാനം ഉണ്ടാകണം എന്നല്ലേ വിചാരിക്കുന്നത്. ആ അടിസ്ഥാനമാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഒരാളുടെ ലൈഫിന് വേണ്ടുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം, അതിനെ മാസ്ലോ വിളിച്ചത് എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ് എന്നാണ്. നമ്മൾ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് മാസ്ലോയുടെ അഭിപ്രായത്തിൽ അടുത്ത നീഡ് എന്തായിട്ടാണ് തോന്നുന്നതെന്ന് വെച്ചാൽ സേഫ്റ്റി നീഡാണ്. അതായത് സുരക്ഷ ആവശ്യമാണ്. എന്താണ്? സേഫ്റ്റി നീഡാണ് അടുത്തതായിട്ട് വേണ്ടത്. ഏതാണ്? സേഫ്റ്റി നീഡാണ്, സുരക്ഷ ആവശ്യം. ആദ്യം ഫിസിയോളജിക്കൽ നീഡായിരുന്നു, അതിനുശേഷം എന്ത് വേണം? സുരക്ഷ ആവശ്യമാണ്, അതായത് സേഫ്റ്റി നീഡാണ്. ഇത് രണ്ടും നമുക്ക് കിട്ടിയല്ലേ, നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വിചാരിക്കും. അടുത്തതായിട്ട് നമുക്ക് തോന്നുന്ന എന്താണ്? അല്ലെങ്കിൽ നമുക്കും അങ്ങനല്ലേ, ആദ്യം ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും കാണുന്നത്, പിന്നെ നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ജോലി കിട്ടി, കുറെ പൈസയൊക്കെ ആയെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും എന്ത് ചെയ്യും? വളരും. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്തു, സേഫ്റ്റി നീഡ് സാറ്റിസ്ഫൈ ചെയ്തു, അതിനുശേഷം ഒരു മനുഷ്യന് തോന്നുന്ന എന്താണ്? ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്. ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡാണ്. അപ്പം ഫിസിയോളജിക്കൽ നീഡായി, സേഫ്റ്റി നീഡായി, ലവ് അല്ലെങ്കിൽ ബിലോങ്ങിങ് നീഡ്, അതായത് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. അതിനുശേഷം അതും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തോന്നുന്ന എന്താണെന്ന് അറിയാമോ? എസ്റ്റീം നീഡാണ്. ഏതാണ്? എസ്റ്റീം നീഡ്. എസ്റ്റീം നീഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആദരിക്കപ്പെടുക, അതാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത്. ഏതാണ്? ആദരിക്കപ്പെടുക. അപ്പൊ ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്ങിങ്, അതുപോലെ എസ്റ്റീം നീഡ്. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. നമുക്ക് സേഫ്റ്റി ഉണ്ട്, സുരക്ഷയുണ്ട്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആൾക്കാരുണ്ട്. അതിനുശേഷം നമുക്ക് എസ്റ്റീം, അതായത് ആദരിക്കപ്പെടുക എന്ന് പറയുന്ന ആ നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? കൊഗ്നീഷൻ ആണ്. കൊഗ്നീഷൻ ആണ്, അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം കിട്ടുക എന്നുള്ളതാണ്. അടുത്ത നീഡ് ഏതാണ്? കൊഗ്നീഷൻ ആണ് അടുത്ത നീഡ് എന്ന് പറയുന്നത്. ഇനി അതും ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് എന്താണ്? എസ്തറ്റിക് നീഡാണ്. എസ്തറ്റിക് നീഡ് എന്ന് പറയുന്നത് സൗന്ദര്യാത്മകം എന്നാണ്. സൗന്ദര്യാത്മകം. ഇനി ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ബേസ് ആയിട്ട് നമ്മുടെ മാസ്ലോയുടെ ശ്രേണിയിൽ പറയുന്ന മാസ്ലോയുടെ നീഡ് തിയറി എന്ന് പറയുന്നത്. മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആ നീഡ് എന്ന് പറയുന്നത് താഴ്ന്ന് മേലോട്ടേ പറയാവൂ. ഫിസിയോളജിക്കൽ നീഡ് ഉണ്ട്, സേഫ്റ്റി നീഡ് ഉണ്ട്, ലവ് അല്ലെങ്കിൽ ബിലോങ്ങിങ് നീഡ് ഉണ്ട്, എസ്റ്റീം നീഡ് ഉണ്ട്, കൊഗ്നീഷൻ ഉണ്ട്, എസ്തറ്റിക് നീഡ് ഉണ്ട്, അതുപോലെ സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് എന്താണ്? നോക്കിക്കേ ക്വസ്റ്റ്യൻ. മാസ്ലോ റെഫേഴ്സ് ടു ഫിസിയോളജിക്കൽ, സേഫ്റ്റി ആൻഡ് സോഷ്യൽ നീഡ് ആസ്. ഇതിനകത്ത് എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? ഫിസിയോളജിക്കൽ നീഡിനെയും സേഫ്റ്റി നീഡിനെയും സോഷ്യൽ നീഡിനെയൊക്കെ അദ്ദേഹം വിളിച്ച പേരെന്താണെന്നാ ചോദിച്ചേക്കുന്നത്. അത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഇതിനകത്ത് ഈ ആവശ്യങ്ങളെ മാസ്ലോ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എസ്റ്റീം നീഡ് വരെ ഉള്ളത്, എസ്റ്റീം നീഡ് വരെ ഉള്ളതെന്ന് പറയുന്നത് ഡെഫിഷ്യൻസി നീഡാണ്. എസ്റ്റീം നീഡ് വരെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിഷ്യൻസി നീഡാണ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡി നീഡ് എന്ന് വിളിക്കും. അതായത് പോരായ്മ ആവശ്യമാണ്. ഡെഫിഷ്യൻസി നീഡാണ് ഏത് വരെ? എസ്റ്റീം നീഡ് വരെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പോരായ്മ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ബാക്കി വരുന്നത് ഏത്? കൊഗ്നീഷൻ ആയിക്കോട്ടെ, എസ്തറ്റിക് നീഡ് ആയിക്കോട്ടെ, സെൽഫ് ആക്ച്വലൈസേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം എന്ന് പറയുന്നത്
വളർച്ച ആവശ്യമാണ്, അല്ലെങ്കിൽ ഗ്രോത്ത് നീഡാണ്. എന്താണ്? ഗ്രോത്ത് നീഡാണ്, വളർച്ച ആവശ്യം, ഗ്രോത്ത് നീഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ബീയിങ് നീഡ്, ബീയിങ് നീഡ്, അല്ലെങ്കിൽ ചുരുക്കി നമുക്ക് ബി നീഡ് എന്ന് പറയാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അപ്പം നമുക്ക് ഡെഫിഷ്യൻസി നീഡും ഉണ്ട്, ഗ്രോത്ത് നീഡും ഉണ്ട്. അതായത് പോരായ്മ ആവശ്യവും ഉണ്ട്, വളർച്ച ആവശ്യവുമുണ്ട്. ഇതിൽ എസ്റ്റീം നീഡ് വരെ ഏതാണ്? ഡെഫിഷ്യൻസി നീഡാണ്. ബാക്കി ഏതാണ്? വളർച്ച ആവശ്യമാണ്. ഇനി നോക്കിക്കേ, ഇതിനകത്ത് ഫിസിയോളജിക്കല്, സേഫ്റ്റി, സോഷ്യൽ നീഡ്, അതൊക്കെ ഏതിനകത്തായിരിക്കും ഉൾപ്പെടുന്നതെന്ന് നോക്കിക്കേ. ഈ പറയുന്ന ഏതാണ്? എസ്റ്റീം നീഡ് ആണോ, സെൽഫ് ആക്ച്വലൈസേഷൻ ആണോ, ഗ്രോത്ത് നീഡ് ആണോ, ഡെഫിഷ്യൻസി നീഡ് ആണോ? ഇത് രണ്ടും നമ്മൾ നോക്കിയാൽ മതി. ഗ്രോത്ത് ആണോ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി നീഡ് ആണോ എന്ന് നോക്കിയാൽ മതി. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഫിസിയോളജിക്കൽ നീഡൊക്കെ വരുന്നത് ഡെഫിഷ്യൻസി നീഡാണ്, പോരായ്മ ആവശ്യമാണ്. അപ്പം നമ്മൾ മാസ്ലോയുടെ ശ്രേണി പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ശ്രേണി മാത്രമല്ല അതിനെ എങ്ങനെ വർഗീകരിച്ചിരിക്കുന്നു എന്നുകൂടി പഠിക്കണം. അപ്പൊ ഗ്രോത്ത് നീഡിനെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഡെഫിഷ്യൻസി നീഡാണ്. ഇനി ചോദിക്കാം, ഈ മാസ്ലോയുടെ ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന തലം ഏതാന്ന് ചോദിച്ചാൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. അതായത് ആത്മസാക്ഷാത്കാരം എന്നുള്ളതാണ്. ഏറ്റവും താഴെയുള്ള ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? അത് ഫിസിയോളജിക്കൽ നീഡുമാണ്. നെക്സ്റ്റ്, നെഗറ്റീവ് സിംറ്റം ഇൻ സ്കിസോഫ്രീനിയ ഏതാണെന്ന്. നെഗറ്റീവ് സിംറ്റം ആണ് ചോദിച്ചേക്കുന്നത്. നെഗറ്റീവ് സിംറ്റം ഇൻ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. അതെന്ന് പറയുന്നത് അവോളിഷൻ ആണ്. ആൻസർ ഏതാണ്? അവോളിഷൻ ആണ്. അപ്പൊ അടുത്തത് ഹലൂസിനേഷൻ ഉണ്ട്, ഡിലൂഷൻ ഉണ്ട്, ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ. ഇതൊക്കെ എന്താണ്? ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയത്തില്ലയോ, എന്തോ ഒരു ശബ്ദം കേട്ടതായിട്ട് തോന്നുന്നു, അങ്ങനെയൊക്കെ പറയത്തില്ലേ? അതിനെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ വേറെ എന്തോ നമ്മൾ കണ്ടു പേടിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളാണ് ബാക്കിയുള്ളത് വരുന്നത്. ഇപ്പൊ നെഗറ്റീവ് സിംറ്റം ഇൻ സ്കിസോഫ്രീനിയ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അവോളിഷൻ ആണെന്ന് പറയണം. ഇനി അങ്ങനെയെങ്കിൽ ബാക്കി നെഗറ്റീവ് സിംറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കണ്ടേ? അൻഹെഡോണിയ, അലോഗിയ, അപ്പതി എന്നുള്ളതാണ് ഈ പറയുന്ന ഡിസീസിന്റെ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. അൻഹിഡോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്ക് ഓഫ് പ്ലഷർ ആണ്. എന്താണ്? ലാക്ക് ഓഫ് പ്ലഷർ. ലാക്ക് ഓഫ് പ്ലഷർ, അതായത് സന്തോഷിക്കാതിരിക്കും. ഇപ്പൊ സന്തോഷം വരുന്ന ഒരു മൊമെന്റ് ആണെങ്കിലും അങ്ങനെ സന്തോഷിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത് അൻഹിഡോണിയ എന്ന് പറയുന്നത്. ഇനി അതുപോലെ അടുത്തത് ഏതാണ്? അലോഗിയാണ് അല്ലെ. അലോഗിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് സ്പീച്ച് ആണ്. റെഡ്യൂസ്ഡ് സ്പീച്ച് എന്ന് പറയുമ്പോൾ അധികം സംസാരിക്കത്തൊന്നുമില്ല, സംസാരിക്കാനൊക്കെയുള്ള താല്പര്യക്കുറവാണ് അലോഗ്യ എന്ന് പറയുന്നത്. അപ്പത്തി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വൈകാരിക അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ഇത് മൂന്നും കൂടി ഇതിന്റെ കൂടെ ഓർത്ത് വെച്ചേക്കണം. ഏതാണ്? നെഗറ്റീവ് സിംറ്റം ഇൻ സ്കിസോഫ്രീനിയാണ് ചോദിച്ചത്. അതിന്റെ ആൻസർ ഏതാണ്? അവോളിഷൻ ആണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? അൻഹെഡോണിയ ഉണ്ട്, അലോഗിയ ഉണ്ട്, അതുപോലെ അപ്പതി ഉണ്ട്. നെക്സ്റ്റ്, ഹു പ്രപ്പോസ്ഡ് ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്? ഇന്റലിജൻസിന്റെ ട്രയാർക്കിക് തിയറി ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഹു പ്രപ്പോസ്ഡ് ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്? ആരാണ് ആൻസർ? സ്റ്റേൺബർഗ് ആണ്. സ്റ്റേൺബർഗ് ആണ് ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്യാറ്റല്, ഗാർഡനർ, സ്പിയർമാൻ ഇവരൊക്കെ ആരാണ്? ഇവരെല്ലാം ബുദ്ധിസിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇന്റലിജൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ക്യാറ്റൽ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സർഫസ് ട്രേറ്റ് തിയറി. സർഫസ് ട്രേറ്റ് തിയറി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് ബുദ്ധിയിൽ ഒരു 16 ഘടകങ്ങളുണ്ട്, ഇതൊക്കെ സംയോജിച്ചിട്ടാണ് ഒരു പൊതു ഘടകം ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ക്യാറ്റല്. ഇപ്പൊ സർഫസ് ട്രേറ്റ് തിയറി ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ റെയ്മണ്ട് ക്യാറ്റലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അദ്ദേഹം ബുദ്ധിയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്നും
ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്നും അതുപോലെ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നും ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്നും ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നും എന്തിനെ വർഗീകരിച്ചിട്ടുണ്ട്? ബുദ്ധിയെ വർഗീകരിച്ചിട്ടുണ്ട്. ആര്? കാറ്റൽ. അപ്പം അദ്ദേഹത്തിന്റെ സർഫസ് ട്രേറ്റ് തിയറി കാറ്റലിൻ്റെതാണ്. അതുപോലെ അദ്ദേഹം ബുദ്ധിയെ വർഗീകരിച്ചിരിക്കുന്നതാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്നും അതുപോലെ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നും. എങ്കിൽ ഗാർഡനർ ആരാണ്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഗാർഡനറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ സ്പിയർമാനോ? ടു ഫാക്ടർ തിയറി അല്ലെങ്കിൽ ദ്വിഘടക സിദ്ധാന്തം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്പിയർമാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കണം. ഹു പ്രപ്പോസ്ഡ് ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്? അത് സ്റ്റേൺബർഗ് ആണ്. എന്നാൽ കാറ്റൽ എന്താണ്? സർഫസ് ട്രേറ്റ് തിയറിയുടെ ഉപജ്ഞാതാവാണ്. കാറ്റൽ എന്ന് പറയുന്നത് അദ്ദേഹം ബുദ്ധി എങ്ങനെയൊക്കെ വർഗീകരിച്ചിരിക്കുന്നു? ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്നും ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നും. എന്നാൽ സ്പിയർമാൻ ആരാണ്? അദ്ദേഹം എന്ന് പറയുന്നത് ടു ഫാക്ടർ തിയറിയുടെ ഉപജ്ഞാതാവാണ് സ്പിയർമാന്. ഗാർഡനർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയുടെ ഉപജ്ഞാതാവാണ്. നെക്സ്റ്റ്, ടിച്ച്നർ വാസ് അസോസിയേറ്റഡ് വിത്ത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടിച്ച്നർ? ടിച്ച്നർ എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റ് ആണ്. സ്ട്രക്ചറലിസം ആണോ, ഫങ്ഷണലിസം ആണോ, ബിഹേവിയറിസം ആണോ, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ആണോ? അപ്പൊ ഇതിനകത്ത് ടിച്ച്നറുമായിട്ട് ബന്ധമുള്ളത് സ്ട്രക്ചറലിസം ആണ്, അല്ലെങ്കിൽ ഘടനാവാദവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ടിച്ച്നർ എന്ന് പറയുന്നത്. അപ്പൊ ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസത്തിന്റെ ഉപജ്ഞാതാവായിട്ട് കണക്കാക്കുന്നത് ആരാണ്? സ്ട്രക്ചറലിസത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ വില്യം വുണ്ടാണ് സ്ട്രക്ചറലിസത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ആരെന്ന് പറയുന്നേ? ടിച്ച്നർ എന്ന് പറയുന്നത്. കാരണം ഇതിനെ കൂടുതൽ പ്രചാരത്തിലേക്ക് കൊണ്ടുവന്നത് ടിച്ച്നർ ആണ്. അതുകൊണ്ടാണ് ടിച്ച്നർ വാസ് അസോസിയേറ്റഡ് വിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എഴുതിയത്? സ്ട്രക്ചറലിസം. എന്നാൽ സ്ട്രക്ചറലിസത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ആര് തന്നെയാണ്? വില്യം വുണ്ടാണ്. വില്യം വുഡിന്റെ ശിഷ്യനാണ് ആരെന്ന് പറയുന്നത്? ടിച്ച്നർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്ട്രക്ചറലിസത്തിൽ പറയുന്നത്? അതായത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിനെ പറ്റി പഠിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിന്റെ ഘടനയെ പറ്റി അല്ലെങ്കിൽ ഘടകങ്ങളെ പറ്റി അറിയേണ്ടത് അത്യാവശ്യമാണ്. ഒരു വ്യക്തിയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിനെ പറ്റി നമ്മൾ പഠിക്കണമെങ്കിൽ അയാളുടെ മനസ്സിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ മനസ്സിന്റെ ഘടന എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ മനുഷ്യ മനസ്സിന്റെ സ്ട്രക്ചറിനെ പറ്റി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ വ്യക്തിയെ പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ എന്ന് പറഞ്ഞ ഒരു വാദമാണ് ഏതെന്ന് പറയുന്നത്? സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫങ്ഷണലിസം? ആരാണ് ഫങ്ഷണലിസത്തിന്റെ ഉപജ്ഞാതാവ്? ഫങ്ഷണലിസത്തിന്റെ ഉപജ്ഞാവ് എന്ന് പറയുന്നത് വില്യം ജെയിംസ് ആണ് ഫങ്ഷണലിസത്തിന്റെ ഉപജ്ഞാതാവ്. വില്യം ജെയിംസ് എന്ന് പറയുന്നത് അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്, അല്ലെങ്കിൽ അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് വില്യം ജെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇവിടെ പറയുന്നത്, ഫങ്ഷണലിസത്തിൽ പറയുന്നത് നമുക്കൊരു വ്യക്തിയെ പറ്റി മനസ്സിലാക്കണം, അല്ലെങ്കിൽ വ്യക്തികൾ എന്ന് പറയുന്നത് തൻ്റെ പരിസ്ഥിതിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം, അല്ലെങ്കിൽ സമായോജനത്തിൽ ഏർപ്പെടണം. നമ്മളെല്ലാം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെട്ടാണ് ജീവിക്കേണ്ടത്, അല്ലെ? അപ്പൊ ഇവിടെ വില്യം ജെയിംസ് പറയുന്നതും ഒരു വ്യക്തിക്ക് തൻ്റെ ചുറ്റുപാടുമായിട്ട് സമായോജനത്തിലൂടെ അഡ്ജസ്റ്റ്മെന്റിലൂടെ ജീവിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിനുണ്ടായിരിക്കേണ്ട ചില ഫങ്ഷൻസ് ഉണ്ട്, ധർമ്മങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാന്? പഠന വിധേയമാക്കേണ്ടുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? വില്യം ജെയിംസ്. അദ്ദേഹത്തിന്റെ ആ സിദ്ധാന്തമാണ് ഏതെന്ന് പറയുന്നത്? ഫങ്ഷണലിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബിഹേവിയറിസം?
വ്യവഹാരത്തെ പറ്റി പഠനം നടത്തിയതാണ്. ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ പറ്റി പഠനം നടത്തിയതാണ് ഏതെന്ന് പറയുന്നത് ബിഹേവിയറിസം. ബിഹേവിയറിസത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? JB വാട്സൺ ആണ്. JB വാട്സൺ ആണ് ബിഹേവിയറിസത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയോ മാനവികതാവാദം എന്ന് പറയും. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ആരുടെ കൺസെപ്റ്റ് ആണ്? നമ്മുടെ അബ്രഹാം മാസ്ലോയുടെ കൺസെപ്റ്റ് ആണ്. മാസ്ലോയുടെ കൺസെപ്റ്റ് ആണ് ഏത്? ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി. കൂടെ ആരും ഉണ്ട്? കാൾ റോജേഴ്സും ഉണ്ട്. കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയുടെയും കൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്നുള്ളത്. നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് സ്ട്രക്ചറലിസം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ടിച്ച്നർ വാസ് അസോസിയേറ്റഡ് വിത്ത് ഏതാണ്? സ്ട്രക്ചറലിസം ആണ്. ബാക്കി കാര്യങ്ങളെല്ലാം അതിന്റെ കണക്റ്റഡ് ഫാക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. നെക്സ്റ്റ്, എ ഗെസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ ഓഫ് പെർസെപ്ഷൻ, the tendency to complete figure that are incomplete is. അതായത് ഗെസ്റ്റാൾട്ട് സൈക്കോളജി ഉപയോഗിച്ച് ഒരു ഇൻകംപ്ലീറ്റ് ഫിഗറിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അനുമാനിക്കുകയാണ്, പെർസീവ് ചെയ്യുകയാണ്, വീക്ഷിക്കുകയാണ്. അതിനെ വിളിക്കുന്ന പേരെന്താണെന്ന്. അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ, ഇപ്പൊ ഞാൻ ഒരു ഫിഗർ വരയ്ക്കുകയാണ്, ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നു, ഇതേപോലെ വരച്ചു. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ പറയും ഇതൊരു സർക്കിൾ ആണെന്ന് പറയും. പക്ഷെ ഇതൊരു സർക്കിൾ ആണോ? അല്ല. സർക്കിളിന്റെ ഷേപ്പ് ഉണ്ട്, ഈ ഫിഗർ ഇൻകംപ്ലീറ്റ് ആണ് അല്ലെ, ഇടയ്ക്ക് താണ്ട വിടവുകളുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ വിടവുകളോട് കൂടി നോക്കിക്കാണാൻ നമ്മുടെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. പകരം നമ്മൾ അത് എന്തു പറയും? ഇതെന്ന് പറയുന്നത് ഒരു സർക്കിൾ ആണ് എന്ന് കാണാനാണ് നമ്മുടെ മനസ്സിന് തോന്നുന്നത്. അതായത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിടവുകൾ കണ്ടാൽ അടയ്ക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി മനുഷ്യ മനസ്സിനുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ക്ലോഷർ എന്നുള്ളത്. അപ്പം ഗെസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ ഓഫ് പെർസെപ്ഷൻ, ദ ടെൻഡൻസി ടു കംപ്ലീറ്റ് ഫിഗർ ദാറ്റ് ആർ ഇൻകംപ്ലീറ്റ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫിഗറിനെ കംപ്ലീറ്റ് ആയിട്ട് തോന്നാനായിട്ട് നമുക്ക് നമ്മുടെ ആ തോന്നലിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു നിയമമാണ് ഏതെന്ന് പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രോക്സിമിറ്റി? അതുപോലെ കണ്ടിന്യൂറ്റി ഉണ്ട്, അതുപോലെ സിമിലാരിറ്റി ഉണ്ട്. ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഞാനൊരു ഫിഗർ വരയ്ക്കുകയാണ്, ഇതേപോലൊരു ഫിഗർ ഞാൻ വരയ്ക്കുന്നു. ഇതുപോലൊരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനിത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ഇങ്ങനെ വരണം, അതുപോലെ ഇത് രണ്ടും ഇങ്ങനെയാണ് വരച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ അതിനെ നോക്കുന്ന സമയത്ത് ഇതിനെ ഒരു കൂട്ടമായിട്ട് അല്ലെ ഇതിനെ ഒരു കൂട്ടമായിട്ട്, ഇങ്ങനെ ഒരു കൂട്ടമായിട്ടാണ് നമ്മൾ പെട്ടെന്ന് അതിനെ വീക്ഷിക്കുന്നത്. ആണോ? ജസ്റ്റ് അങ്ങോട്ട് നോക്കിയ ഉടനെ നമ്മൾ പറയും ഇതൊരു കൂട്ടമാണ്, ഇത് രണ്ടാമത്തെ കൂട്ടമാണ്. അതായത് ഒരു സാദൃശ്യമായവയെ ഒരു കൂട്ടമായിട്ട് തോന്നാനായിട്ടുള്ള ആ ഒരു മനസ്സിന്റെ ടെൻഡൻസിയെ വിളിക്കുന്നതാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു ഫിഗർ വരയ്ക്കുന്നതാണ്ട് ഇതേപോലെ വരച്ചു വെക്കുന്നു. ഇപ്പൊ ഞാൻ സിംഗിൾ ആയിട്ടാണ് വരച്ചു വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നോക്കുമ്പം ഇതൊരു കൂട്ടം, അതുപോലെ ഇതൊരു കൂട്ടം, ഇങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ സാദൃശ്യമായവയാണ്, ഏകദേശം ഒരുപോലെ ഇരിക്കുകയാണ്. അതിനെ നമ്മൾ എങ്ങനെയാ തോന്നുന്നത്? അതിനെ ഒരു കൂട്ടമായിട്ട് തോന്നുകയാണ്. അതാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്താണ്? കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ തുടർച്ചയാണ് മറ്റൊന്ന് എന്ന തോന്നലാണ് ഏത്? ലോ ഓഫ് കണ്ടിന്യൂറ്റി. നമ്മൾ പുസ്തകങ്ങളിലൊക്കെ കാണത്തില്ല ഇങ്ങനെ ഒരു ഫിഗർ. അതായത് ഇത് ഞാൻ സെപ്പറേറ്റ് സർക്കിൾ ആണ് വരച്ചേക്കുന്നത്. പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ്? അത് ഒന്നിന്റെ തുടർച്ചയാണ് മറ്റൊന്ന് എന്ന് നമുക്ക് തോന്നുകയാണ്. എല്ലാം എന്താണ്? നമ്മുടെ മനസ്സിന്റെ ആ വീക്ഷണങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒന്നിന്റെ തുടർച്ചയാണ് മറ്റൊന്ന് എന്ന് തോന്നുന്നതാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഏത്? ലോ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പൊ ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മറ്റൊരു ഫിഗർ വരയ്ക്കുന്നു. ഒരു നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ ഓരോ ഫിഗറൊക്കെ നമ്മളിങ്ങനെ ടെക്സ്റ്റിലും ഒക്കെ കാണത്തില്ലേ? ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? ഒരു ട്രയാങ്കിൾ ആണ്. പിന്നെ ടെക്സ്റ്റിലൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇതും നമുക്ക് എന്തായിട്ട് തോന്നും? ഇവിടെ ഒരു സർക്കിൾ, ഇവിടെ ഒരു സർക്കിൾ, ഇവിടെ ഒരു സർക്കിൾ ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രയാങ്കിൾ ആയിട്ട് തോന്നും. അതായത് സിമിലർ ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും?
ആ ഒരേപോലെ വേറൊരു ഫിഗർ ആയിട്ട് തോന്നുകയാണ്. സിമിലാരിറ്റി ആണ് ഇവിടെ വരുന്നത്, സാമ്യതയാണ് ഇവിടെ വരുന്നത്. കാരണം ഇതിനെ നമ്മൾ എങ്ങനെ അനുമാനിക്കുന്നത്? ഈ സിമിലർ ആയിട്ടുള്ള സംഭവങ്ങൾ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി, അതായത് ഈ 3 എണ്ണം കൂടെ ചേർത്ത് വെച്ച് മറ്റൊരു ട്രയാങ്കിൾ കിട്ടി. അതാണ് സിമിലാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിളിനകത്തെ ഈ നിയമങ്ങളിൽ വരുന്നത്. അപ്പൊ എന്താണ് ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത്? ജസ്റ്റാൾട്ട് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ടേം ആണ്. ജസ്റ്റാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ജർമ്മൻ ടേം ആണ്. ആ ജസ്റ്റാൾട്ട് എന്ന ജർമ്മൻ ടേമിന്റെ അർത്ഥം എന്ന് പറയുന്നത് കോൺഫിഗറേഷൻ എന്നാണ്. കോൺഫിഗറേഷൻ അല്ലെങ്കിൽ രൂപമെന്നോ ആകൃതി എന്നോ ഒക്കെ നമുക്ക് പറയാം. രൂപം, ആകൃതി, കോൺഫിഗറേഷൻ ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത് ജസ്റ്റാൾട്ട് എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ഓർത്ത് വെച്ചേക്കണം. ഇനി എന്താണ് ജസ്റ്റാൾട്ട് സൈക്കോളജി, അല്ലെങ്കിൽ ആരാണ് അതിന്റെ ഉപജ്ഞാതാവ്? മാക്സ് വെർത്തീമർ ആണ് ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ആരാണ്? വെർത്തീമർ ആണ് ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഉപജ്ഞാതാവ്. എന്താണ് ഈ ജസ്റ്റാൾട്ട് സൈക്കോളജിയിൽ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ദ വോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട് എന്നാണ്. ദ വോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട് എന്ന കൺസെപ്റ്റ് ആണ് ജസ്റ്റാൾട്ട് സൈക്കോളജിയിലുള്ളത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ നോക്കിക്കാണുന്ന സമയത്ത് അതിനെ അംശങ്ങളായിട്ട് നോക്കിക്കാണുന്നതിനേക്കാൾ ഫലപ്രദം അതിനെ എന്താണ്? മൊത്തത്തിൽ വീക്ഷിക്കുന്നതാണ്, സമഗ്രമായിട്ട് വീക്ഷിക്കുന്നതാണ് എന്ന് പറയുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ നോക്കിക്കണ്ടാൽ അതിനെ അംശങ്ങളായിട്ട് നോക്കിക്കാണുന്നതിനേക്കാൾ ഫലപ്രദം എന്താണ്? സമഗ്രമായിട്ട് നോക്കിക്കാണുന്നതാണ് എന്ന് സിദ്ധാന്തിക്കുന്ന തിയറിയാണ് ഏത്? ജസ്റ്റാൾട്ട് സൈക്കോളജി. ദ വോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട് എന്നുള്ളതാണ് ഏത്? ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത. അതാണ് ദ വോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട്. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത്. ആരാണ് ഉപജ്ഞാതാവ്? മാക്സ് വെർത്തീമർ ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. നെക്സ്റ്റ്, പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് ആക്ട് ആസ് മോറൽ സെന്റർ. പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് ആക്ട് ആസ് മോറൽ സെന്റർ. ഇതാണോ? ഈഗോയാണോ? സൂപ്പർ ഈഗോയാണോ? ഇറോസ് ആണോ? അപ്പൊ ഇവിടെ ഇത് ഈഗോ, സൂപ്പർ ഈഗോ ആരുടെ കൺസെപ്റ്റ് ആണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കൺസെപ്റ്റ് ആണ് അല്ലെ. മനസ്സിനെ അദ്ദേഹം പല തലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ബോധമനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് എന്ന് വേർതിരിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്ന കൺസെപ്റ്റും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഇത് ഈഗോ, സൂപ്പർ ഈഗോ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് ആക്ട് ആസ് മോറൽ സെന്റർ എന്ന് പറയുന്നത് ഏതാണ്? സൂപ്പർ ഈഗോയാണ്. അപ്പൊ എന്താണ് ഇതെന്ന് പറയുന്നത്? ഇതെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ മനസ്സിനകത്ത് പ്ലഷർ പ്രിൻസിപ്പിൾ തരുന്നതാണ്. അതായത് എങ്ങനെയും നമുക്ക് സന്തോഷം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ പ്ലഷർ പ്രിൻസിപ്പിളിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഇത്. അതായത് സുഖ തത്വത്തിൽ അധിഷ്ഠിതമാണ് ഇത്. പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഇതിനെങ്ങനെയെങ്കിലും സന്തോഷം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ സുഖതത്വത്തിൽ അധിഷ്ഠിതം എന്ന് പറയും. അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ സുഖതത്വത്തിൽ അധിഷ്ഠിതമാണ്. അതാണ് പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ ആ സന്തോഷം കിട്ടാനായിട്ട് തിരഞ്ഞെടുക്കുന്ന മാർഗം എന്ന് പറയുന്നത് നല്ലതാകണമെന്നില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെന്ത് ചെയ്താൽ മതി? സന്തോഷം കിട്ടിയാൽ മാത്രം മതി. അതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഈഗോയിലേക്ക് വരുമ്പോൾ, ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. അതായത് യാഥാർത്ഥ്യ ബോധത്തില് അധിഷ്ഠിതമാണ് ഏതെന്ന് പറയുന്നത്? ഈഗോ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. ഈഗോ എന്ന് പറയുന്നതോ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. എന്നാൽ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മോറൽ പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമാണ്, അല്ലെങ്കിൽ മൊറാലിറ്റിയിൽ അധിഷ്ഠിതമാണ്. മോറൽ പ്രിൻസിപ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അതായത് സാൻമാർഗിക തത്വത്തിലൊക്കെ അധിഷ്ഠിതമാണ് സൂപ്പർ ഈഗോ. അപ്പൊ മനുഷ്യ മനസ്സിന്റെ തലങ്ങളാണ് പറഞ്ഞത്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ. അപ്പൊ ഓരോന്നിന്റെ പ്രത്യേകതയാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലഷർ പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമാണ്. ഇനി റിയാലിറ്റി പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമാണ് ഏതെന്ന് പറയുന്നത്? ഈഗോ, അതായത് യാഥാർത്ഥ്യ ബോധത്തിൽ അധിഷ്ഠിതമാണ്.
ഇനി മോറൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മൊറാലിറ്റിയിൽ അധിഷ്ഠിതമാണ് ഏതെന്ന് പറയുന്നത് സൂപ്പർ ഈഗോ, അല്ലെങ്കിൽ സാൻമാർഗിക തത്വത്തിൽ അധിഷ്ഠിതമാണ് ഏത് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ലിബിഡോയിൽ നിന്നാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം കിട്ടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് ലിബിഡോ എന്നുള്ളത്. ലിബിഡോ. ഈ ലിബിഡോയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഇറോസ് എന്നും താനറ്റോസ് എന്നും. അതാണ് ഈ കാണുന്ന ഇറോസ് എന്ന് പറയുന്നത്. ലിബിഡോയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, അതാണ് ഇറോസും താനറ്റോസും. അപ്പം ഇത് മൂന്നുമാണ് മനുഷ്യ മനസ്സിന്റെ ആ തലങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ. ഇറോസ് എന്ന് പറഞ്ഞാൽ ലിബിഡോയിലെ ഒരു പാർട്ടാണ് ഇറോസ്. താനറ്റോസ് എന്നുള്ളതിനകത്ത് ഒരു പാർട്ട് മാത്രമാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, സൂപ്പർ ഈഗോയാണ്. പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് കണ്ടാൽ ഇതും, റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് കണ്ടാൽ ഏതാണ് ഈഗോയും, മോറൽ പ്രിൻസിപ്പിൾ എന്ന് കണ്ടാൽ അത് ഏതാണ് സൂപ്പർ ഈഗോയാണെന്നും ഓർത്തിരിക്കുക. നെക്സ്റ്റ്, type of thinking in which a person starts from one point and comes up with many different ideas and possibilities based on that point. Divergent thinking ആണോ, കൺവേർജന്റ് തിങ്കിങ് ആണോ, ക്രിയേറ്റിവിറ്റി ആണോ, ഇൻസൈറ്റ് ആണോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കേ. ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ് ചോദിച്ചേക്കുന്നത്. ടൈപ്പ് ഓഫ് തിങ്കിങ് ഇൻ വിച്ച് എ പേഴ്സൺ സ്റ്റാർട്ട്സ് ഫ്രം വൺ പോയിന്റ് and comes up with many different ideas and possibilities based on that point. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തെ നോക്കിക്കാണുന്ന സമയത്ത് പല രീതിയിൽ ചിന്തിക്കുകയാണ്. അപ്പം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം, ഒരു പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിന് നമുക്ക് എന്ത് വേണം? ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. നമുക്ക് പല രീതിയിൽ സൊല്യൂഷൻ കണ്ടെത്താം. എടുത്തു ചാടി ഒരു സൊല്യൂഷൻ കണ്ടെത്താം, അല്ലെങ്കിൽ അതിനെപ്പറ്റി നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം നമുക്കൊരു സൊല്യൂഷനിലും എത്തിച്ചേരാം. അപ്പോൾ ഒരു പ്രശ്നത്തിന് പല രീതിയിലൂടെ പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഡൈവേർജന്റ് തിങ്കിങ്. ഒറ്റ മെത്തേഡിലൂടെ പെട്ടെന്ന് ഒരു ആൻസർ കണ്ടെത്തുകയാണെങ്കിൽ അതാണ് ഏത് കൺവേർജന്റ് തിങ്കിങ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ടൈപ്പ് ഓഫ് തിങ്കിങ് ഇൻ വിച്ച് എ പേഴ്സൺ സ്റ്റാർട്ട്സ് ഫ്രം വൺ പോയിന്റ് and comes up with many different ideas and possibilities. അപ്പോൾ ഡിഫറെന്റ് ഐഡിയാസും പോസിബിലിറ്റീസും ഉണ്ടെങ്കിൽ അത് ഏത് തരം തിങ്കിങ് ആയിരിക്കും വരുന്നത്? ഡൈവേർജന്റ് തിങ്കിങ് ആയിരിക്കും. അപ്പൊ കൺവേർജന്റ് തിങ്കിങ് എന്താണ്, ഡൈവേർജന്റ് തിങ്കിങ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കിയേക്കണം. ഒരു പ്രശ്നത്തിന് ഒരു രീതിയിലൂടെയാണ് പരിഹാരം കണ്ടെത്തുന്നതെങ്കിൽ അത് കൺവേർജന്റ് തിങ്കിങ്ങും, ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പം ഒന്നിലധികം മാർഗങ്ങളിലൂടെ പല കാര്യകാരണങ്ങൾ വിശദീകരിച്ച് ഒരു സൊല്യൂഷനിൽ എത്തിച്ചേരുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്നുള്ളത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെക്നിക്ക്? പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ലാത്തത് ഏതാണെന്ന്. പ്രൊജക്റ്റീവ് ടെക്നിക്ക് റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, വെയ്സ് വെഷ്ലേഴ്സ് അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിലാണ് വെയ്സ് എന്ന് പറയുന്നത്. സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ടാറ്റ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇതിനകത്ത് ഏതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ലാത്തത് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3 എന്താണ്? പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്, ഒരെണ്ണം പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ല. അപ്പോൾ ഫസ്റ്റ് വൺ റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, നമുക്കാണോ ഇല്ലെന്ന് അറിയത്തില്ല. വെഷ്ലേഴ്സ് അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ, അതിന്റെ എക്സ്പാൻഷൻ അറിഞ്ഞാൽ പോലും നമുക്ക് എഴുതാനായിട്ട് പറ്റും ആൻസർ. അടുത്ത സെന്റൻസ് കംപ്ലീഷൻ, വാക്യങ്ങൾ പൂർത്തീകരിക്കുന്നത്, വാക്യപൂർണ്ണ പരീക്ഷ എന്ന് പറയും. ടാറ്റ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അപ്പൊ അതിനു മുന്നേ പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അകത്തെ അടിച്ചമർത്തപ്പെട്ട നമ്മുടെ വികാരങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിന്റെ ഉള്ളറയിലേക്ക് താഴ്ത്തി വെച്ചേക്കുകയാണ്. പക്ഷേ ഈ പ്രൊജക്റ്റീവ് ടെക്നിക്ക് ഉപയോഗിക്കാമെങ്കിൽ അതിനെ നമുക്ക് പുറമെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? ഇപ്പൊ റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, ഇപ്പൊ കുറെ മഷിരൂപങ്ങളാണ് തരുന്നത്. ഈ മഷിരൂപങ്ങൾ അടങ്ങിയ ഒരു കാർഡ് തന്നിട്ട് കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞാൽ
ആ വ്യക്തി അറിയാതെ തന്നെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളറയിൽ കിടക്കുന്ന കാര്യങ്ങളുമായിട്ടുള്ള സാദൃശ്യപ്പെടുത്തിയ സംഭവങ്ങളായിരിക്കും എഴുതി വെക്കുന്നത്. അപ്പം നമ്മുടെ അടുത്തൊരു കഥ എഴുതാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹാപ്പി മൂഡാണെങ്കിൽ നമ്മൾ എഴുതുന്ന കഥയിൽ എന്താണ് അത് പ്രതിധ്വനിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വിഷമത്തോടെ കൂടി കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ കഥയിലും എന്തുണ്ടാകും, ആ പറയുന്ന ആ ഒരു സാഡ്നെസ് ഉണ്ടാകും. അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറയിലെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊജക്റ്റീവ് ടെക്നിക്ക്. നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളറയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ പ്രക്ഷേപണ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് പ്രക്ഷേപണ തന്ത്രങ്ങൾ അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റും സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റും തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റും ഒക്കെ പ്രൊജക്റ്റീവ് ടെക്നിക്കിന് ഉദാഹരണമാണ്. എന്നാൽ ഈ വേസ് എന്ന് പറയുന്നത് വെഷ്ലേഴ്സ് അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് മൂന്നും എന്താണ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ് തന്നെയാണ്. അപ്പൊ ടാറ്റ് എന്ന് പറയുന്നത് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നാണ്. ഇങ്ങനെയാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ് ടാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ ഉപജ്ഞാതാക്കൾ ആരെന്ന് ചോദിച്ചാൽ മോർഗനും മുറയുമാണ്. മോർഗൻ ആൻഡ് മുറയാണ് ഇതിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത്. ഏതിന്റെ, ടാറ്റിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത്. റോർഷാക്ക് മഷിയൊപ്പ് പരീക്ഷ അത് റോഷായുടെ പേരിൽ തന്നെയാണ്. അതുപോലെ വെഷ്ലറിന്റെ ആണ് വെഷ്ലേഴ്സ് അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ എന്നുള്ളത്. അപ്പൊ പ്രൊജക്റ്റീവ് ടെക്നിക്സ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ്, ടെൻഡൻസി ഓഫ് സർട്ടൺ കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ ടു എൻറ്റർ long term memory with little or no effortful encoding എന്താണെന്നാ ചോദിച്ചേക്കുന്നത്. ടെൻഡൻസി ഓഫ് സർട്ടൺ കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ ടു എൻറ്റർ ലോങ് ടേം മെമ്മറി. നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് ഇൻഫർമേഷൻസ് കടന്നു വരികയാണ്, അല്ലെ ഇൻഫർമേഷനെ നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. എങ്ങനെ, വിത്ത് ലിറ്റിൽ ഓർ നോ എഫോർട്ട്ഫുൾ എൻകോഡിങ്. അവിടെ യാതൊരു എഫോർട്ടും ഇല്ലാതെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ മെമ്മറിയുടെ പാർട്ടായി മാറുന്നത് അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറിയുടെ പാർട്ടായി മാറുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? ഫ്ലാഷ് ബൾബ് മെമ്മറി ആണോ, കൺസ്ട്രക്റ്റീവ് പ്രോസസ്സിംഗ് ആണോ, റിട്രീവൽ ആണോ, അതോ ഓട്ടോമാറ്റിക് എൻകോഡിംഗ് ആണോ? ഇപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു എഫേർട്ട്, അങ്ങനെ അധികം എഫേർട്ട് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മെമ്മറിയുടെ ഭാഗമായിട്ട് മാറുന്ന അല്ലെങ്കിൽ നമ്മുടെ ലോങ് ടേം മെമ്മറിയുടെ ഭാഗമായിട്ട് മാറുന്നതാണ് ഏത്, ഓട്ടോമാറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ ഈ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതൊക്കെ എന്താണ്, ഓട്ടോമാറ്റിക് മെമ്മറിയിലേക്ക് വരുന്നതാണ്. ഓട്ടോമാറ്റിക് എൻകോഡിംഗ് ആണ്. ഓട്ടോമാറ്റിക് എൻകോഡിംഗ് ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഡയറക്റ്റിംഗ് അവർ awareness to relevant stimuli while ignoring irrelevant stimuli in the environment is called sustained attention, perception, selective attention, set in attention. Question എന്താണ്? Dash is the process of directing our awareness to relevant stimuli while ignoring irrelevant stimuli in the environment. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ കോളേജിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാഴ്ചകൾ കാണും? എല്ലാം നമ്മൾ ഓർത്തിരിക്കുമോ? എല്ലാം നമ്മൾ ഓർത്തിരിക്കത്തില്ല അല്ലേ. പക്ഷേ വേണ്ടുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കും. അതായത് റെലവൻ്റ് ആയിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓർത്തിരിക്കും. ഇറലവൻ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യും? നമ്മൾ ഓർത്തിരിക്കത്തുമില്ല. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരെന്താണെന്നാ ചോദിച്ചേക്കുന്നത്. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഡയറക്റ്റിംഗ് അവർ അവെയർനെസ് ടു റെലവൻറ്റ് സ്റ്റിമുലൈ വൈൽ ഇഗ്നോറിംഗ് ഇറലവൻറ്റ് സ്റ്റിമുലൈ ഇൻ ദ എൻവയോൺമെന്റ്. ആൻസർ സസ്റ്റെയിൻഡ് അറ്റൻഷൻ ആണ്. എന്താണ് ആൻസർ? സസ്റ്റെയിൻഡ് അറ്റൻഷൻ ആണ്. വേണ്ടത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നു, നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഇഗ്നോർ ചെയ്യുന്നു. അതിനെ വിളിക്കുന്നത് സസ്റ്റെയിൻഡ് അറ്റൻഷൻ. സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഡാഷ് പ്രൊപ്പോസസ് ദാറ്റ്
instead of filtering information thoroughly, we lower the volume on unattended stimuli. നേരത്തെ പറഞ്ഞതുമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. ഡാഷ് proposes that instead of filtering information thoroughly, we lower the volume on unattended stimuli. ഇത് ബോട്ടിൽനെക്ക് തിയറി ആണോ, സെലക്റ്റീവ് അറ്റൻഷൻ തിയറി ആണോ, ബ്രോഡ്ബാൻഡ്സ് ഫിൽറ്റർ മോഡൽ ആണോ, ട്രേസ്മാൻസ് അറ്റൻഷൻ മോഡൽ ആണോ, ഏതാണ് ഇതിന്റെ ആൻസർ എന്ന്? അപ്പൊ തിരിഞ്ഞു പോകരുത്. ചിലപ്പോൾ നമുക്ക് തോന്നും ബ്രോഡ്ബാൻഡ്സ് ഫിൽറ്റർ മോഡൽ ആണെന്ന് തോന്നും. കാരണം ഈ ബ്രോഡ്ബാൻഡ് ഫിൽറ്റർ മോഡൽ എന്ന് പറയുന്നത് ഇതുമായിട്ട് സാമ്യമുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുന്ന ബ്രോഡ്ബാൻഡ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത സ്റ്റിമുലസിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ തിയറിയുടെ പരിഷ്കരിച്ച രൂപമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ട്രേസ്മാൻസ് അറ്റൻഷൻ മോഡൽ എന്ന് പറയുന്നത്. ബ്രോഡ്ബാൻഡിന്റെ ഫിൽറ്റർ മോഡലിന്റെ പരിഷ്കരിച്ച രൂപമാണ് ട്രേസ്മാൻസ് അറ്റൻഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത സ്റ്റിമുലയെ മൊത്തത്തിൽ അങ്ങ് അവഗണിക്കേണ്ട, പകരം അതിന്റെ തീവ്രത ഒന്ന് കുറച്ചാൽ മാത്രം മതി. നമ്മൾ കൊടുക്കേണ്ടുന്ന ശ്രദ്ധ നമ്മുടെ മനസ്സിലൂടെ എന്താണ് അത് കടന്നു പോകുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വെക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത്. ഇത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതിന്റെ ആ തീവ്രത നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് റെഡ്യൂസ് ചെയ്താൽ മാത്രം മതി എന്ന് പറയുന്ന തിയറിയാണ് ട്രേസ്മാൻസ് അറ്റൻഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ബ്രോഡ്ബാൻഡിന്റെ തിയറിയുടെ ഒരു പരിഷ്കരിച്ച രൂപമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ കൊണ്ടുവന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ട്രേസ്മാൻസ് അറ്റൻഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഡാഷ് പ്രൊപ്പോസസ് ദാറ്റ് instead of filtering information thoroughly, we lower the volume on unattended stimuli. അപ്പൊ ഓർത്തു വെക്കേണ്ടുന്ന ആ വാക്ക് lower the volume എന്നുള്ളത് ഓർത്തു വെച്ചാൽ മതി. lower the volume on unattended stimuli, അതിനെ വിളിക്കുന്ന ആ മോഡൽ ഏതാണ്? ട്രേസ്മാൻസ് അറ്റൻഷൻ മോഡലാണ്. നെക്സ്റ്റ്, ഡാഷ് begins with the retrieval of sensory information from our external environment to build perceptions based on the current input of sensory information. ഫിൽറ്റർ തിയറി ആണോ, ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് ആണോ, ബോട്ടിൽ നെക്ക് തിയറി ആണോ, ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് ആണോ? അപ്പൊ നോക്കിക്കേ, ഡാഷ് ബിഗിൻസ് വിത്ത് ദ റിട്രീവൽ ഓഫ് സെൻസറി ഇൻഫർമേഷൻ ഫ്രം അവർ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ടു ബിൽഡ് പെർസെപ്ഷൻസ് ബേസ്ഡ് ഓൺ ദ കറണ്ട് ഇൻപുട്ട് ഓഫ് സെൻസറി ഇൻഫർമേഷൻ. അത് നമ്മുടെ ബാഹ്യമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്നും നമ്മൾ ഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ അതായത് സെൻസറി ഇൻഫർമേഷൻ്റെ ഇടപെടലില്ലാതെ നമ്മുടെ ബാഹ്യമായ ചുറ്റുപാടിൽ നിന്നും നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതിനെ നമ്മുടെ മസ്തിഷ്കത്തിൽ എത്തിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാക്കുന്നു. അതാണ് ആ ഇൻപുട്ട് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും കിട്ടുന്ന ആ വിവരങ്ങളെ അല്ലെങ്കിൽ ആ സ്റ്റിമുലസിനെ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ മസ്തിഷ്കത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ധാരണകളൊക്കെ നിർമ്മിച്ചെടുക്കുന്ന ആ പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ഏത്? ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്നുള്ളത്. എന്താണ് ബോട്ടം അപ്പ് പ്രോസസ്സിംഗ്? Dash begins with the retrieval of sensory information from our external environment to build perceptions based on the current input of sensory information ആണ് ഇത് bottom up processing. Next, dash is a type of memory loss that affects your ability to access memories from before the onset of amnesia. Question ആണ്, റിട്രോഗ്രേഡ് അംനീഷ്യ ആണോ, ആൻട്രോഗ്രേഡ് അംനീഷ്യ ആണോ, ഡിസോസിയേറ്റീവ് അംനീഷ്യ ആണോ, ഡിഫെൻസീവ് അംനീഷ്യ ആണോ? അപ്പൊ ഇവിടെ അംനീഷ്യ ഒരു മെമ്മറി ലോസ് ആണ് ഇതെന്ന് പറയുന്നത്, അംനീഷ്യ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഡാഷ് ഈസ് എ ടൈപ്പ് ഓഫ് മെമ്മറി ലോസ് ദാറ്റ് അഫക്ട്സ് യുവർ എബിലിറ്റി ടു ആക്സസ് മെമ്മറീസ് ഫ്രം ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് അംനീഷ്യ. ആൻസർ ഏതാണ്? റിട്രോഗ്രേഡ് അംനീഷ്യ ആണ്. അതായത് നമ്മുടെ മസ്തിഷ്കത്തിനുണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലം കാരണം, അല്ലെങ്കിൽ ആ മസ്തിഷ്കത്തെ ബാധിച്ച മസ്തിഷ്കത്തിനേറ്റ എന്തെങ്കിലും ക്ഷതമോ എന്തെങ്കിലും കാരണം നമുക്ക് മറവി ഉണ്ടാകുന്നു. മറവി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ ഉള്ള കാര്യങ്ങൾ, അതായത് പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഓർക്കാനായിട്ട് കഴിയുന്നില്ല. പിന്നെ എന്തോർക്കാം? ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ മുൻപ് എന്ത് നടന്നു എന്നതിനെ പറ്റി
ഒരു വിവരവും ഇല്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഓർക്കാനായിട്ട് കഴിയാത്തതാണ് ഏതെന്ന് പറയുന്നത് റിട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മസ്തിഷ്കത്തിന് തകരാറ് സംഭവിക്കുന്നതിന് മുന്നേ നടന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയില്ലാത്തത്. അപ്പോൾ ആൻട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാണ്. പഴയത് ഓർമ്മയുണ്ട്, ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഓർമ്മയിൽ നിൽക്കത്തില്ല എന്നുള്ളതാണെങ്കിൽ അത് ആൻട്രോഗ്രേഡ് അംനീഷ്യയാണ്. പിന്നെ ഡിസോസിയേറ്റീവ് അംനീഷ്യ ഉണ്ട്, അതായത് നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ആ അംനീഷ്യക്കകത്ത് വരുന്നത്. അപ്പോൾ ഡാഷ് ഈസ് എ ടൈപ്പ് ഓഫ് മെമ്മറി ലോസ് ദാറ്റ് അഫക്ട്സ് യുവർ എബിലിറ്റി ടു ആക്സസ് മെമ്മറീസ് ഫ്രം ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് അംനീഷ്യ എന്ന് പറയുന്നത് ഏതാണ് റിട്രോഗ്രേഡ് അംനീഷ്യയാണ്. നെക്സ്റ്റ്, a way of measuring memory in which people after being exposed to the remembered items are asked to call back the items from the memory. Recall ആണോ, recognition ആണോ, signal detection ആണോ, relearning ആണോ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ a way of measuring memory in which people after being exposed to the remembered items are asked to call back the items from memory. ഇപ്പം നമ്മൾ ഓർത്തു വെച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഓർത്ത് പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റീകോൾ എന്നാണ് അല്ലേ? അപ്പം ഇവിടുത്തെ ആൻസർ ഏതാണ്? റീകോൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ദ സ്റ്റേജ് ഓഫ് ക്രിയേറ്റിവിറ്റി ഇൻ വേസ് ഡിസൈഡിങ് ഇഫ് ദ ഇൻസൈറ്റ് ഈസ് വാല്യുബിൾ ആൻഡ് വർത്ത് പെർസ്യൂയിങ്. പ്രിപ്പറേഷൻ, ഇലാബറേഷൻ, ഇൻക്യുബേഷൻ, ഇവാലുവേഷൻ. ഇപ്പം ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകതയ്ക്ക് പല ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽ ഏതാണ് ഇൻസൈറ്റ് ഈസ് വാല്യുബിൾ ആൻഡ് വർത്ത് പെർസ്യൂയിങ്? നമ്മളൊരു പ്രശ്നത്തെ പറ്റി അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ ആ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു സംഭവം, അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പാണ് ഏതെന്ന് പറയുന്നത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? വാല്യുബിൾ ആയിരിക്കും, വർത്ത് പർസ്യൂയിങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ലാസ്റ്റ് സ്റ്റേജിനെ വിളിക്കുന്ന പേരെന്താന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇവാലുവേഷൻ ആണ്. ഏതാണ്? ക്രിയേറ്റിവിറ്റിയിലെ ആ ഒരു സ്റ്റെപ്പിനകത്ത് വരുന്നത് തന്നെയാണ് ഏതെന്ന് പറയുന്നത് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ദ സ്റ്റേജ് ഓഫ് ക്രിയേറ്റിവിറ്റി ഇൻ വിച്ച് ഡിസൈഡിങ് ഇഫ് ദ ഇൻസൈറ്റ് ഈസ് വാല്യുബിൾ ആൻഡ് വർത്ത് പെർസ്യൂയിങ് ഏതാണ്? ഇവാലുവേഷൻ ആണ്, വിലയിരുത്തലാണ്. നമ്മൾ ചെയ്ത കാര്യത്തെ വിലയിരുത്തുന്നതാണ് ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? വാല്യുബിൾ ആൻഡ് വർത്ത് പെർസ്യൂവിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ ഗിൽഫോർഡ്സ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് യൂണിറ്റ് ഈസ് കമ്മിങ് അണ്ടർ. ഇപ്പൊ ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്, അതായത് ഗിൽഫോർഡ് ആണ് ഒരു ബുദ്ധി മാതൃക തയ്യാറാക്കിയത്. ഒരു ബുദ്ധി മാതൃക തയ്യാറാക്കിയ ആളാണ് ആരെന്ന് പറയുന്നത്? ഗിൽഫോർഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ബുദ്ധി മാതൃകയെ ഒരു ത്രിമാന രൂപത്തിൽ അതിൻ്റെ ഓരോ ഫേസിലും അറേഞ്ച് ചെയ്ത് എന്നിട്ട് ഓരോന്നിനും ഓരോ പേരും കൊടുത്ത് അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ഇൻ ഗിൽഫോർഡ്സ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് യൂണിറ്റ് ഈസ് കമ്മിങ് അണ്ടർ. യൂണിറ്റ് ഏതിലാണ് ഉൾപ്പെടുന്നത്? അപ്പം നമ്മൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ 3 തരംതിരിവുകൾ അല്ലെങ്കിൽ ഓരോ ഫേസിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഇതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓപ്പറേഷൻ ആണോ, കണ്ടന്റ് ആണോ, പ്രോഡക്റ്റ് ആണോ, ഇവാലുവേഷൻ ആണോ? ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്രോഡക്റ്റിലാണ് വരുന്നത്, ഉൽപ്പന്നത്തിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ 3 ഫേസിനെയും എങ്ങനെയാണ് ഇദ്ദേഹം വർഗീകരിച്ചേക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഫേസിൽ അദ്ദേഹം ഓപ്പറേഷൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഓപ്പറേഷൻസിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. കൊഗ്നിഷൻ, മെമ്മറി, ഡൈവേർജന്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡൈവേർജന്റ് തിങ്കിങ്, കൺവേർജന്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൺവേർജന്റ് തിങ്കിങ്, ഇവാലുവേഷൻ. അപ്പോൾ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ആ ഫേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്പറേഷൻസിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? കൊഗ്നീഷൻ, നമ്മുടെ ചിന്ത, ഓർമ്മ, സംവർജന ചിന്ത, വിവ്രജന ചിന്ത എന്നൊക്കെ പറയും. ഏതൊക്കെയാണ്? കൊഗ്നീഷൻ, മെമ്മറി, ഡൈവേർജന്റ് തിങ്കിങ്, കൺവേർജന്റ് തിങ്കിങ്, ഇവാലുവേഷൻ. ഇതൊക്കെയാണ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ വരുന്നത്. അപ്പോൾ കാണാതെ പഠിച്ചു വെക്കുകയെ നിവർത്തിയുള്ളൂ. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? കൊഗ്നീഷൻ ഉണ്ട്, മെമ്മറി ഉണ്ട്, ഡൈവേർജന്റ് തിങ്കിങ് ഉണ്ട്, കൺവേർജന്റ് തിങ്കിങ് ഉണ്ട്, അതുപോലെ ഇവാലുവേഷൻ ഉണ്ട്. ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് കണ്ടന്റ് ആണ്. കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് പറയും. അതിനകത്ത്
വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാൻറ്റിക്, ബിഹേവിയറൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിഷ്വൽ അതായത് ദൃശ്യപരം, ശ്രവ്യപരം, അർത്ഥപരം, പ്രതീകാത്മകം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബിഹേവിയറൽ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു ഫേസിൽ ഉൾപ്പെടുത്തിയത്. നേരത്തെ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? നേരത്തെ എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് എന്നാണ്. അതായത് ഗിൽഫോർഡിന്റെ ആ ബുദ്ധി മാതൃക, അദ്ദേഹത്തിന്റെ ആ ബുദ്ധി മാതൃകയിലെ അതിനെ നമ്മൾ ഓരോ ഫേസിലും അദ്ദേഹത്തിന്റെ ആ ബുദ്ധി മാതൃക എന്ന് പറയുന്നത് നമുക്കൊരു 3 ഡയമെൻഷണൽ ഫിഗർ ഒക്കെ കാണാൻ പറ്റും. അതിന്റെ ഓരോ ഫേസിലും ബുദ്ധിയുടെ ഓരോ പ്രത്യേകതകൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതായിരുന്നു ഏത്? ഓപ്പറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് കണ്ടന്റ് ആണ്. കണ്ടന്റിൽ വരുന്നതാണ് വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാൻറ്റിക് ആൻഡ് ബിഹേവിയറൽ. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നത് എന്താണെന്ന്, പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം, പ്രോഡക്റ്റിൽ വരുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്ന യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻസ്, ഇംപ്ലിക്കേഷൻസ്. ഇതൊക്കെ ഏത് പാർട്ടിൽ വരും? പ്രോഡക്ട്സ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നതാണ്. അപ്പം ഇത്രയും 3 ഫേസിലെയും കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇവിടെ പ്രോഡക്ട്സിൽ യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻസ്, ഇംപ്ലിക്കേഷൻസ് ഓരോന്നും ഓരോ ദിവസം ഓരോ പാർട്ട് വീതം പഠിച്ചാൽ മതി. ആദ്യം ഏത് നമുക്ക് നോക്കണം? ആദ്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻസിൽ എന്തൊക്കെ വരും? അവിടെ ചിന്ത, ഓർമ്മ, അത് പഠിക്കാനായിട്ട് എളുപ്പമാണ്. കോഗ്നിഷൻ, മെമ്മറി, ഡൈവർജന്റ് തിങ്കിങ് അല്ലെങ്കിൽ ഡൈവർജന്റ് പ്രൊഡക്ഷൻ, കൺവേർജന്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൺവേർജന്റ് തിങ്കിങ്, ഇവാലുവേഷൻ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് കണ്ടന്റ് എന്ന് പറയുമ്പോൾ വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാൻറ്റിക്, ബിഹേവിയറൽ എന്നുള്ളതാണ്. പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോഡക്റ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻസ്, ഇംപ്ലിക്കേഷൻസ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കേണ്ട, എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, വോളണ്ടറി റെസ്പോൺസസ് ദാറ്റ് ആർ എമിറ്റഡ് ബൈ ആൻ ഓർഗനിസം ഇൻ എ ഗിവൺ എൻവയോൺമെന്റ് ആർ കാൾഡ്. വോളണ്ടറി റെസ്പോൺസസ് that are emitted by an organism in a given environment are called classical conditioning ആണോ, ഒബ്സർവേഷണൽ ലേണിംഗ് ആണോ, ഇൻസൈറ്റ് ലേണിംഗ് ആണോ, അപ്പാരന്റ് കണ്ടീഷനിങ് ആണോ എന്ന്. ക്വസ്റ്റ്യൻ എന്താണ്? വോളണ്ടറി റെസ്പോൺസസ് ദാറ്റ് ആർ എമിറ്റഡ് ബൈ ആൻ ഓർഗനിസം ഇൻ എ ഗിവൺ എൻവയോൺമെന്റ് ആർ കാൾഡ് ഒപ്പാരന്റ് കണ്ടീഷനിങ്. ആരുടെ തിയറിയാണ് ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്? സ്കിന്നറുടെ തിയറിയാണ്. സ്കിന്നറുടെ തിയറിയാണ് ഏത്? ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്നുള്ളത്. സ്കിന്നറിന്റെ തിയറിയാണ് ഒപ്പാരന്റ് കണ്ടീഷനിങ്. അപ്പൊ സ്കിന്നറിന്റെ തിയറിയെ വിളിക്കുന്നത് റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്നുള്ളത്. നമ്മൾ പൊതുവെ പറയുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ സ്കിന്നറിന്റെ ഒപ്പാരന്റ് കണ്ടീഷനിങ്ങിൽ വരുമ്പോഴത്തേക്ക് റെസ്പോൺസ് സ്റ്റിമുലസ് ആണ്. ആദ്യം പ്രതികരണമാണ് ഉണ്ടാകുന്നത്, പിന്നീടാണ് സ്റ്റിമുലൈ ഉണ്ടാകുന്നത്, സ്റ്റിമുലസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തിയറിയെ RS ടൈപ്പ് തിയറി എന്നാണ് അറിയപ്പെടുന്നത്. സ്കിന്നറിന്റെ തിയറി എങ്ങനെ അറിയപ്പെടും? SR എന്ന് പറയരുത്, RS. അതായത് ആദ്യം റെസ്പോൺസ് ആണ് ഉണ്ടാകുന്നത്, പിന്നീടാണ് എന്തുണ്ടാകുന്നത്? സ്റ്റിമുലസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് RS റിലേഷൻ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. റെസ്പോൺസ്, സ്റ്റിമുലസ്, പിന്നീടാണ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാകുന്നത്. റെസ്പോൺസ്, സ്റ്റിമുലസ്, റീഇൻഫോഴ്സ്മെന്റ്, ഈ ക്രമത്തിലാണ് ഇദ്ദേഹത്തിന്റെ തിയറി പോകുന്നത്. അപ്പൊ നമുക്ക് പറയാനുള്ളത് ഒപ്പാരന്റ് കണ്ടീഷനിങ് ആണ്. വോളണ്ടറി റെസ്പോൺസസ് that are emitted by an organism in a given environment are called apparent conditioning. Classical conditioning ആരുടേതാണെന്ന് അറിയാം? പാവ്ലോവിൻ്റെതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അദ്ദേഹം ഡോഗിലാണ് പരീക്ഷണം നടത്തിയത്. സ്കിന്നർ ആണെങ്കിൽ എലിയിലും പ്രാവിലും പരീക്ഷണം നടത്തിയ വ്യക്തിയുമാണ്. ഇനി ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവേഷണൽ ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് നിരീക്ഷണ പഠനമാണ്. നിരീക്ഷണ പഠനം അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്നത് ആൽബർട്ട് ബന്ദൂരയുടേതാണ്. ആൽബർട്ട് ബന്ദൂരയുടേതാണ് ഏത്? ബോബോഡോൾ പരീക്ഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെതാണ്. അതാണ് ഒബ്സർവേഷണൽ ലേണിംഗ് അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്ന തിയറിയും സാമൂഹിക പഠന സിദ്ധാന്തം എന്ന് പറയുന്ന തിയറിയും ആരുടേതാണ്? നമ്മുടെ ബന്ദൂരയുടെ തിയറിയാണ്. ബോബോഡോൾ പരീക്ഷണം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽബർട്ട് ബന്ദൂരയുടേതാണ്. അപ്പൊ ഈ ഇൻസൈറ്റ് ലേണിംഗ് ആരുടേതാണ്? ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് കോഹ്ലറുടേതാണ്. ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്
കോഹ്ലറുടേതാണ്. അത് ജസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ആ ഒരു സമഗ്രത അല്ലെങ്കിൽ ജസ്റ്റാൾട്ടിസ് അല്ലെങ്കിൽ വോൾ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഇൻസൈറ്റ് ലേണിംഗ് ഉണ്ടായത്. അത് മാക്സ് വെർത്തീമർ അല്ല, അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് കോഹ്ലറാണ്. കോഹ്ലർ പരീക്ഷണം നടത്തിയത് സുൽത്താൻ എന്ന് പറയുന്ന ഒരു ചിമ്പാൻസിയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആളുകളെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലാസിക്കൽ കണ്ടീഷനിങ് പൗലോവ് ആണ്. ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്നത് ബെന്തൂരയുടേതാണ്. ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് കോഹ്ലറുടേതാണ്. ഒപ്പാരന്റ് കണ്ടീഷനിങ് സ്കിന്നറുടെ തിയറിയാണ്. അടുത്തത് ദ ഒബ്ജക്റ്റീവ് റിലേഷൻ തിയറിസ്റ്റ് ഹു സ്പോക്ക് ഓഫ് ദ സൈക്കോളജിക്കൽ ബർത്ത് ഓഫ് ആൻ individual. The objective relation theorist who spoke of the psychological birth of an intelligent individual. മാർഗ്രറ്റ് മഹ്ലർ ആണോ, കാരൻ ഹോണി ആണോ, വിന്നിക്കോട്ട് ആണോ, മെലൈൻ ക്ലീൻ ആണോ? അപ്പൊ ഇതിനകത്ത് ഏതാണ് ആൻസർ? മാർഗ്രറ്റ് മഹ്ലർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ മാർഗ്രറ്റ് മഹ്ലറിന്റെ തിയറി എന്താണ് പറയുന്നത്? അതായത് നമുക്കെല്ലാവർക്കും ഒരു കെയർ ഗീവർ ഉണ്ട്. കെയർ ഗീവർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് നമ്മുടെ കെയർ ഗീവർ. അതായത് നമ്മുടെ അച്ഛൻ, അമ്മ. നമ്മൾ ജനിച്ചു വീഴുന്ന സമയത്ത് നമുക്കൊന്നും അറിയത്തില്ല. ആ സമയത്ത് നമ്മുടെ കെയർ ഗീവർ നമ്മുടെ അമ്മയൊക്കെ ആയിരിക്കും. നമുക്ക് അറ്റാച്ച്മെന്റ് കൂടുതലാണ് അവരുമായിട്ട്, അല്ലേ? അപ്പൊ ഇവിടെ മഹ്ലറിന്റെ സിദ്ധാന്തം അനുസരിച്ച്, അതായത് ഇവർ പറയുന്നത് സെപ്പറേഷൻ ഇൻഡിവിജ്വേഷൻ എന്നാണ്. അതായത് ഈ അറ്റാച്ച്മെന്റ് വിടുന്ന ഒരു സമയമുണ്ട്. ഒരു കുട്ടി ജനനം തൊട്ട് അവനൊരു സ്വന്തമായിട്ട് ഉള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറുന്ന ഒരു സമയം, അതിനെയാണ് ഏതെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ തിയറിയിൽ പറയുന്നത്. അതായത് സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം കുട്ടി നേടിയെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വയസ്സായിട്ടെന്നല്ല, ജനനം മുതൽ ഏകദേശം 3 വയസ്സ് വരെയുള്ള ഒരു പ്രായമാണ് ആ ഒരു സെപ്പറേറ്റ് വ്യക്തിത്വം നേടിയെടുക്കുക. അതായത് ആ അറ്റാച്ച്മെന്റ്, കെയർ ഗീവറുമായിട്ടുള്ള ആ അറ്റാച്ച്മെന്റ് ഒന്ന് കുറയ്ക്കുന്ന സമയമാണ്. അതിനെപ്പറ്റിയുള്ള തിയറി പ്രപ്പോസ് ചെയ്ത ആരാണ്? മാർഗ്രറ്റ് മഹ്ലർ ആണ്. അപ്പൊ ദ ഒബ്ജക്റ്റ് റിലേഷൻ തിയറിസ്റ്റ് ഹു സ്പോക്ക് ഓഫ് ദ സൈക്കോളജിക്കൽ ബർത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്നുള്ളത് ആരുടെ കൺസെപ്റ്റ് ആണ്? മാർഗ്രറ്റ് മഹ്ലറുടെ കൺസെപ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പേഴ്സണാലിറ്റി തിയറിസ്റ്റ് who preferred the label dialectic humanist. The personality theorist who preferred the label dialectic humanist. ഇങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? അല്ലെ ഈ ലേബലിൽ അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എറിക് എറിക്സൺ ആണോ, റെയ്മണ്ട് കാറ്റൽ ആണോ, എറിക് ഫോം ആണോ, കർട്ട് ലെവൻ ആണോ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഡയലക്റ്റിക് ഹ്യൂമനിസ്റ്റ് എന്ന് പറയുന്നത് എറിക് ഫ്രോം ആണ്. ഡയലക്റ്റിക് ഹ്യൂമനിസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? എറിക് ഫോം ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ വിച്ച് ഈസ് ഹൈലി പ്രോൺ ടു എക്സ്റ്റിങ്ഷൻ. ദ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ വിച്ച് ഈസ് ഹൈലി പ്രോൺ ടു എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷനിലേക്ക് നയിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ ഏതാണെന്നാണ്. വേരിയബിൾ ഇന്റർവെൽ ആണോ, വേരിയബിൾ റേഷ്യോ ആണോ, ഫിക്സഡ് ഇന്റർവെൽ ആണോ, ഫിക്സഡ് റേഷ്യോ ആണോ? നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ദ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ വിച്ച് ഈസ് ഹൈലി പ്രോൺ ടു എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷനിലേക്ക് നയിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ നോക്കിക്ക്, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫിക്സഡ് ഇന്റർവെൽ ആണ് ആൻസർ. എന്തുകൊണ്ടാണ് ഈ ആൻസർ വന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂളില് റേഷ്യോയും ഉണ്ട്, ഇന്റർവെൽ ഷെഡ്യൂളും ഉണ്ട്. റേഷ്യോ ഷെഡ്യൂളും ഉണ്ട്, ഇന്റർവെൽ ഷെഡ്യൂളും ഉണ്ട്. ഇങ്ങനെയാണ്. റേഷ്യോ ഷെഡ്യൂളും ഉണ്ട്, അതുപോലെ ഇന്റർവെൽ ഷെഡ്യൂളും ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഫിക്സഡ് റേഷ്യോ ഉണ്ട്, ഫിക്സഡ് ഇന്റർവെൽ ഉണ്ട്. വേരിയബിൾ റേഷ്യോ ഉണ്ട്, വേരിയബിൾ ഇന്റർവെൽ ഉണ്ട്. അപ്പൊ എന്താണ് റേഷ്യോ, എന്താണ് ഇന്റർവെൽ എന്ന് പറയുന്നത്? അതായത് ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മൾ നൽകുന്ന, നിശ്ചിത സമയവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നൽകുന്ന റീഇൻഫോഴ്സ്മെന്റ് ആണ് ഇന്റർവെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ടുന്നത് ടൈമുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇത്ര ടൈമിൽ അങ്ങനെ കൊടുക്കുന്ന ടൈം റിലേറ്റഡ് ആണെങ്കിൽ അത് ഇന്റർവെൽ ആയിരിക്കും. ഇനി റേഷ്യോ എന്ന് പറയുന്നതോ? റേഷ്യോ എന്ന് പറയുന്നത് കുട്ടികൾ നൽകുന്ന റെസ്പോൺസിന് നമ്മൾ നൽകുന്ന എന്താണ്
ഈ പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് ആണ്. ആദ്യം റേഷ്യോ എന്തിന് നമ്മൾ കൊടുക്കുന്നു, ഈ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോയ്ക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇന്റർവെല്ലിന് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ഒന്ന് ആദ്യം പഠിച്ചു വെക്കുക. റേഷ്യോ എന്ന് പറയുമ്പം കുട്ടികൾ നൽകുന്ന റെസ്പോൺസിന് നമ്മൾ കൊടുക്കുന്നതാണ്. എന്നാൽ ഇന്റർവെൽ എന്ന് പറയുന്നതോ ടൈമിനനുസരിച്ച് കൊടുക്കുന്ന ടൈമാണ്. അപ്പൊ നമ്മൾ ഇന്റർവെൽ, അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇന്റർവെൽ തരുന്ന ഇത്ര സമയമാകുമ്പോഴല്ലേ, അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ടൈം അനുസരിച്ച് കൊടുക്കുന്നതാണ് ഏത്, ഇന്റർവെല്ല്. റെസ്പോൺസിന്, കുട്ടികളുടെ റെസ്പോൺസിന് കൊടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പം ദ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ വിച്ച് ഈസ് ഹൈലി പ്രോൺ ടു എക്സ്റ്റിങ്ഷൻ, എക്സ്റ്റിങ്ഷനിലേക്ക് നയിക്കുന്നത് എന്താണെന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഒരു വിലോപം എന്നൊക്കെയല്ലേ. ആ റീഇൻഫോഴ്സ്മെന്റിന്റെ ആ ഒരു ഇത് ഇല്ലാതാക്കുന്ന ആ ഒരു കണ്ടീഷൻ ഏതാണെന്ന്. അപ്പൊ വേരിയബിൾ ഇന്റർവെല്, വേരിയബിൾ റേഷ്യോ, ഫിക്സഡ് ഇന്റർവെല്, ഫിക്സഡ് റേഷ്യോ. നമുക്ക് ഫിക്സഡ് റേഷ്യോ എടുത്തു നോക്കാം. ഫിക്സഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ റെസ്പോൺസിന് കൊടുക്കുന്നതാ. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് ഫിക്സഡ് റേഷ്യോ. ഇത്ര റെസ്പോൺസ് ചെയ്യുമ്പോൾ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും, വീണ്ടും ഇത്ര റെസ്പോൺസ് ചെയ്യുന്നതിന് എന്ത് ചെയ്യും, അതങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അതാണ് ഫിക്സഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഫിക്സഡ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു നിശ്ചിത സമയത്ത് കൊടുക്കുകയാണ്. അതായത് ഇത്ര സമയത്തിനുള്ളിൽ എത്ര റെസ്പോൺസ് തരുന്നോ അതിന് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു നിശ്ചിത സമയമൊന്നുമില്ല, ആ ഒരു റെസ്പോൺസിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇനി വേരിയബിൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, വേരിയബിൾ റേഷ്യോ ഉണ്ട്, വേരിയബിൾ ഇന്റർവെല്ലും ഉണ്ട് അല്ലെ. അതും അതുപോലെ തന്നെയാണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്, റെസ്പോൺസിന് കൊടുക്കുന്നു, അതുപോലെ വേരിയബിൾ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്തിന് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ദ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ വിച്ച് ഈസ് ഹൈലി പ്രോൺ ടു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ഇന്റർവെൽ ആണ്. ഏതാണ് ആൻസർ, ഫിക്സഡ് ഇന്റർവെൽ ആണ്. അതായത് ഒരു നിശ്ചിത സമയത്ത് ഇങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുത്താൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വിലയില്ലാതായി പോത്തില്ലേ. അപ്പം നമുക്കൊരു അംഗീകാരം കിട്ടുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടീച്ചർ നമ്മളെ ഒന്ന് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നു. എപ്പോഴും അങ്ങ് ചെറിയ കാര്യത്തിന് നമ്മൾ കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, അതിനൊരു വാല്യൂ ഇല്ലാതായിട്ട് മാറും അല്ലേ. അങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് ആ എക്സ്റ്റിങ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരുന്നത്, ഫിക്സഡ് ഇന്റർവെല്ലില് കൊടുക്കുന്നതാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, പെരിഫറൽ റൂട്ട് ടു persuasion is also known as, peripheral route to persuasion is also known as systematic processing ആണോ, information processing ആണോ, normative processing ആണോ, heuristic processing ആണോ. peripheral route to persuasion, പെർസുവേഷന്റെ പെരിഫറൽ റൂട്ടിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ഹ്യൂറിസ്റ്റിക് പ്രോസസ്സിംഗ് ആണ്. ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തണം, അപ്പം നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ പെരിഫറൽ റൂട്ട് ടു പെർസുവേഷൻ ഈസ് ഓൾസോ നോൺ ആസ്, പെരിഫറൽ റൂട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു എന്തുണ്ടാകണം, പെർസുവേഷൻ ഉണ്ടാകണം അല്ലെ, അതിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂറിസ്റ്റിക് പ്രോസസ്സിംഗ്. ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, നമുക്കൊരു പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം, പൊടുന്നനെ ഒരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്, ഹ്യൂറിസ്റ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്രിറ്റൻഡ് പ്ലേ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ്? ചൈൽഡ് ഡെവലപ്മെന്റില് പ്രിറ്റൻഡ് പ്ലേ അതിന്റെ റോൾ എന്താണെന്ന്. ഇറ്റ് ലിമിറ്റ്സ് ക്രിയേറ്റിവിറ്റി, it helps in the development of social and emotional skills, it encourages isolation, it discourages problem solving. So what is the role of pretend play in child development? Child development le pretend play le role endana ennu chodichu kayinal, it helps in the development of social and emotional skills ആണ്. It helps in the development of social and emotional skills എന്നുള്ളതാണ്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു വൈഗോട്സ്കി തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ, അക്കോർഡിംഗ് ടു വൈഗോട്സ്കീസ് തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ, വൈഗോട്സ്കിയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്തിനെ ആശ്രയിച്ചുള്ളതാണ്? സോഷ്യൽ ഇന്ററാക്ഷൻ ആണോ, ജനറ്റിക്സ് ആണോ, മെന്റൽ മെച്യൂരിറ്റി, ഫിസിക്കൽ മെച്യൂരിറ്റി ആണോ? അപ്പൊ ആരാണ് വൈഗോട്സ്കി എന്ന് പറയുന്നത്? നമുക്ക് കൺസ്ട്രക്റ്റിവിസം എന്നും കേട്ടിട്ടുണ്ട്,
സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നും കേട്ടിട്ടുണ്ട്. അതായത് ജ്ഞാനനിർമ്മിതിവാദവുമുണ്ട്, സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദവുമുണ്ട്. അപ്പൊ കൺസ്ട്രക്റ്റിവിസത്തിന്റെ വക്താക്കൾ അല്ലെങ്കിൽ പ്രൊപ്പണൻസ് എന്ന് പറയുന്നത്, കൺസ്ട്രക്റ്റിവിസം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് പിയാഷെ, അതുപോലെ ബ്രൂണർ, വൈഗോട്സ്കി. പിയാഷെയും ബ്രൂണറും വൈഗോട്സ്കിയുമാണ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ പ്രൊപ്പണൻസ് എന്ന് പറയുന്നത്. പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി. എന്നാൽ ഇതിൽ വൈഗോട്സ്കിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൺസ്ട്രക്റ്റിവിസത്തില് സൊസൈറ്റിക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് വൈഗോട്സ്കി. അതായത് സമൂഹത്തിന് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റില് എന്തിന് പ്രാധാന്യം കൊടുത്തു? സമൂഹത്തിന് പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് വൈഗോട്സ്കി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ പിതാവ് എന്നാണ് വൈഗോട്സ്കിയെ അറിയപ്പെടുന്നത്. എങ്ങനെയാണ്? ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് ആര്? നമ്മുടെ വൈഗോട്സ്കി എന്ന് പറയുന്നത്. ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് ആര്? വൈഗോട്സ്കി. എന്തുകൊണ്ടാണ്? ഈ കൺസ്ട്രക്റ്റിവിസത്തില് സൊസൈറ്റിക്ക് പ്രാധാന്യം കൊടുത്തു, അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷന് പ്രാധാന്യം കൊടുത്തു, സാമൂഹിക ഇടപെടൽ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഇടപെടൽ എന്ന കൺസെപ്റ്റിന് പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ വൈഗോട്സ്കി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ തിയറിയാണ് ഏത്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നുള്ളത്. അപ്പം അക്കോർഡിംഗ് ടു വൈഗോട്സ്കി, തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ സോഷ്യൽ ഇന്ററാക്ഷൻ. സോഷ്യൽ ഇന്ററാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, which of the following best describe the concept of the critical period in early childhood development? ഇവിടെ പറയാം, which of the following best describes the concept of critical period in early childhood development? ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് ആ ക്രിട്ടിക്കൽ പീരീഡുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണെന്ന് അപ്പൊ നോക്കാം. ഈ ടൈം when a child must learn a specific skill or it will be difficult to learn later. അടുത്തത്, a phase in which children are more susceptible to diseases. അടുത്ത, a period when physical growth is at its peak. The stage when children develop their primary language skills. ഇപ്പൊ കുട്ടിയുടെ പ്രൈമറി ലാംഗ്വേജ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഇൻഫാൻസി സ്റ്റേജിലാണ്. അതുപോലെ എ പീരീഡ് വെൻ ഫിസിക്കൽ ഗ്രോത്ത് ഈസ് അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറയുമ്പം അതേതാണ്? അഡോളസെന്റ് ഏജിലൊക്കെ വരും അല്ലേ. ഇപ്പൊ ഡിസീസിനെ പറ്റിയുള്ള ആ ഒരു സ്റ്റേജ് എവിടെ വരത്തില്ല? ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡിൽ വരത്തില്ല. പിന്നീട് ഏത് ആൻസർ വരാം? എ ടൈം വെൻ എ ചൈൽഡ് മസ്റ്റ് ലേൺ എ സ്പെസിഫിക് സ്കിൽ ഓർ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു ലേൺ ലേറ്റർ. നേരത്തെ നമുക്ക് അപ്രാപ്യമായിരുന്ന സ്കില്ല് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു സമയമാണ് ഏതെന്ന് പറയുന്നത്? ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ എ ടൈം when a child must learn a specific skill or it will be difficult to learn ഏതാണ്? ലേറ്റർ. പിന്നീട് നേടിയെടുക്കാൻ എന്നാണ് ലേറ്റർ എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ കൺസെപ്റ്റ് ഓഫ് ദ ക്രിട്ടിക്കൽ പീരീഡ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ വിൽ ബി ഡയറക്റ്റ്ലി അഫക്റ്റഡ് ബൈ ദ റിഡക്ഷൻ ഓഫ് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് ബൈ ദ ഫാമിലി? ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണോ, കൾച്ചറൽ ഡെവലപ്മെന്റ് ആണോ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണോ, കരിയർ ഡെവലപ്മെന്റ് ആണോ? വാട്ട് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ വിൽ ബി ഡയറക്റ്റ്ലി അഫക്റ്റഡ് ബൈ ദ റിഡക്ഷൻ ഓഫ് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് ബൈ ദ ഫാമിലി എന്ന് പറയുന്നത് ഏതാണ്? കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. ഏതാണ്? വ്യക്തിത്വത്തിന്റെ വികാസമാണ് ഇവിടെ വരുന്നത്. വാട്ട് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ വിൽ ബി ഡയറക്റ്റ്ലി അഫക്റ്റഡ് ബൈ ദ റിഡക്ഷൻ ഓഫ് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് ബൈ ദ ഫാമിലി? ഏതാണ്? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നെക്സ്റ്റ്, ഹൗ ഡസ് chronic malnutrition in early childhood
primarily affect a child's development. How does chronic malnutrition in early childhood primarily affect a child's development? It mainly affect their physical growth with a little impact on cognitive development. It causes delays in physical growth, cognitive development and social interactions. It only affects their ability to develop fine motor skills. It leads to increased susceptibility to diseases but not to developmental delays. Answer ഏതാ വരുന്നത്? It causes delays in physical growth, cognitive development and social interactions. How does chronic malnutrition in early childhood primarily affect a child's development എന്ന് ചോദിച്ചാൽ it causes delays in physical growth അല്ലെങ്കിൽ cognitive development അതുപോലെ social interaction. അടുത്തത്, at what stage does Freud suggest that a child focus is on the development of social and academic skills according to his psychosexual stages of development? At what stage does ഏത് സ്റ്റേജിലാണ് Freud suggest that a child focus is on the development of social and academic skill according to his psychosexual സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്? അതായത് മനോലൈംഗിക വികാസ ഘട്ടത്തിൽ ഉൾപ്പെടുന്നത് ഏതാ എന്നാ ചോദിച്ചേക്കുന്നത്. അതിനകത്ത് ഏത് സ്റ്റേജിലാണ് ഏത് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ ആൻഡ് അക്കാഡമിക് സ്കില്ല് വരുന്നത് എന്നുള്ളതാണ്. അത് ലാറ്റൻസി സ്റ്റേജ് ആണ്. ഏതാണ്? ലാറ്റൻസി സ്റ്റേജ് ആണെന്ന് ഓർത്തു വെക്കുക. അടുത്തത്, ദ സീക്വൻഷ്യൽ ഓർഡർ ഓഫ് പ്ലേ ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ ഈസ്. പ്ലേ ഡെവലപ്മെന്റ് സീക്വൻഷ്യൽ ഓർഡർ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. സോളിറ്ററി പ്ലേ, കോപ്പറേറ്റീവ് പ്ലേ, പാരലൽ പ്ലേ. അടുത്തത് സോളിറ്ററി പ്ലേ ആണോ, പാരലൽ പ്ലേ, അതുപോലെ കോപ്പറേറ്റീവ് പ്ലേ. നെക്സ്റ്റ് പാരലൽ പ്ലേ, സോളിറ്ററി പ്ലേ, കോപ്പറേറ്റീവ് പ്ലേ. ലാസ്റ്റ് വൺ കോപ്പറേറ്റീവ് പ്ലേ, പാരലൽ പ്ലേ, സോളിറ്ററി പ്ലേ. അപ്പൊ ഇവിടെ കുട്ടിയുടെ ആ സീക്വൻഷ്യൽ ഓർഡർ ഓഫ് പ്ലേ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. അതെന്ന് പറയുന്നത് ഫസ്റ്റ് സോളിറ്ററി പ്ലേ ആണ്, പിന്നീട് പാരലൽ പ്ലേ ആണ്, പിന്നീട് ഏതാണ് കോപ്പറേറ്റീവ് പ്ലേ എന്നുള്ളതാണ്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു കോൾബർഗ് സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്, അറ്റ് വിച്ച് സ്റ്റേജ് ഡു ചിൽഡ്രൻ ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അഡ്ഹെയർ സോഷ്യൽ നോംസ് ആൻഡ് റൂൾസ്? അപ്പൊ ഇവിടെ കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറിയിൽ എന്തുൾപ്പെടുന്നത്? ചിൽഡ്രൻ ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ഏതാണ്? സോഷ്യൽ നോംസ് ആൻഡ് റൂൾസ്. അത് ഏത് സ്റ്റേജിലാണ് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റിന് 3 സ്റ്റേജ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീ കൺവെൻഷണൽ ആണ്, പ്രീ കൺവെൻഷണൽ സ്റ്റേജ്. അടുത്തത് കൺവെൻഷണൽ സ്റ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൺവെൻഷണൽ. അടുത്തത് പിന്നീടാണ് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്. ഈ 3 സ്റ്റേജാണ് കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറിയിൽ വരുന്നത്. അപ്പം ഇതിനകത്ത് എവിടെയാണ് സോഷ്യൽ നോംസും റൂൾസും ഒക്കെ ഉൾപ്പെടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ പ്രീ കൺവെൻഷണൽ സ്റ്റേജിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടി ഫസ്റ്റ് പ്രീ കൺവെൻഷണൽ സ്റ്റേജിനെ വീണ്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറിക്ക് മെയിൻ ആയിട്ട് 3 സ്റ്റേജാണുള്ളത്. ഓരോ സ്റ്റേജിനും 2 വീതം പിരിവുകളുണ്ട്. അതിൽ പ്രീ കൺവെൻഷണൽ സ്റ്റേജിലെ ഒന്നാമത്തേതാണ് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ശിക്ഷയും അനുസരണയും എന്നുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അതിനകത്ത് വരുന്നത് കുട്ടി ശിക്ഷ പേടിച്ച് അനുസരിക്കും. ഇപ്പൊ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവന് ചെയ്യാൻ ഇഷ്ടമില്ലായിരിക്കും, പക്ഷെ എന്താണ്, ശിക്ഷ കിട്ടും എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യും, അനുസരിക്കും. അതാണ് ഈ പ്രീ കൺവെൻഷണൽ സ്റ്റേജിലെ ഒരു പിരിവ് എന്ന് പറയുന്നത്. എന്താണ്, ശിക്ഷ പേടിച്ച് കുട്ടി അനുസരിക്കും. രണ്ടാമത്തേന്ന് പറയുന്നത് കുട്ടി അനുസരിക്കും, പക്ഷേ അവൻ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അനുസരിക്കും. അതായത് എനിക്കെന്ത് നേട്ടം, എൻ്റെ നേട്ടം എന്താണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കുള്ള നേട്ടം എന്താണ്, അതിനനുസരിച്ച് കുട്ടി അനുസരിക്കും. അത് രണ്ടും പ്രീ കൺവെൻഷണലിൽ വരുന്നതാണ്. ഇപ്പൊ പ്രീ കൺവെൻഷണലിന് 2 പിരിവ്. ഒന്നേതാണ്,
ശിക്ഷ പേടിച്ച് കുട്ടി അനുസരിക്കുന്നത്. 2 അവൻ എന്ത് നേട്ടമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ട് അനുസരിക്കുന്നത്. നേട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളടുത്ത് പറയുകയാണ്, അല്ലെ മക്കളെ കടയിൽ പോയി ഇന്നൊരു സാധനം മേടിച്ചുകൊണ്ട് വരും, അപ്പോൾ പറയും വേണ്ട ഞാൻ പോകത്തില്ല, എനിക്ക് TV കാണണം, അല്ലെ എനിക്ക് സിനിമ കാണണം എന്ന് പറയാണ്. ഞാൻ കടയിൽ പോയിട്ട് വന്നാൽ ഞാൻ ചോക്ലേറ്റ് വാങ്ങാൻ പൈസ തരാമെന്ന് പറഞ്ഞാലോ അവൻ ഉടനെ പോകും. കാരണം എന്താണ്, അവന് ചോക്ലേറ്റ് കിട്ടുമല്ലോ. അപ്പോൾ അവിടെ എന്താണ്, അവനൊരു നേട്ടമുണ്ടായി. അതുപോലെയാണ് ആ 2 പേരും, ഒന്ന് ശിക്ഷ പേടിച്ചനുസരിക്കുന്നു, ഒന്ന് അവനൊരു നേട്ടം ഉണ്ട് അതിന് വേണ്ടിയിട്ട് അനുസരിക്കുന്നു. ഇനി കൺവെൻഷണൽ പീരീഡിൽ വരുമ്പം, കൺവെൻഷണൽ ഡെവലപ്മെന്റിൽ വരുമ്പോഴത്തേക്ക് അവിടെ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് നല്ല കുട്ടി എന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതായത് ഗുഡ് ഗേൾ ഗുഡ് ബോയ് കൺസെപ്റ്റ്. അതായത് മറ്റുള്ളവരുടെ താല്പര്യത്തിനൊത്ത് നമ്മൾ പെരുമാറുന്നത്, അല്ലെ അച്ഛനും അമ്മയും പറയുന്ന പാതയിലൂടെ നടക്കുന്നു, അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നമ്മൾ പ്രവർത്തിക്കുന്നു. അതെല്ലാം ഏതാണ്, കൺവെൻഷണൽ ഡെവലപ്മെന്റിൽ വരുന്നതാണ്. അല്ലെങ്കിൽ നല്ല കുട്ടി എന്ന് പറയിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കൊത്ത് പെരുമാറുന്നു. അതാണ് ഈ കൺവെൻഷണൽ സ്റ്റേജിലെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് സമൂഹത്തിലെ നിയമങ്ങൾ അനുസരിക്കുന്നതാണ്. ആ സമൂഹത്തിലെ നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് കുറേ സോഷ്യൽ റൂൾസ് ഉണ്ട്, ലോ ആൻഡ് ഓർഡർ ഉണ്ട്, അല്ലേ, അല്ലെങ്കിൽ സോഷ്യൽ നോംസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നമ്മൾ എവിടുന്നെങ്കിലും അല്ല ചാടുന്നത്. അങ്ങനെ ചാടും, നമ്മൾ അങ്ങനെ ചാടും, പക്ഷെ അങ്ങനല്ല. യഥാർത്ഥത്തിൽ നിയമം അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും, സീബ്ര ക്രോസിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, റോഡ് മുറിച്ച് കടക്കത്തുള്ളൂ. കാരണം എന്താണ്, നമുക്കായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു നിയമമുണ്ട്, ആ നിയമത്തിലൂടെ നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ആ പറഞ്ഞ സോഷ്യൽ നോംസും റൂളും ഏതിനകത്താ വരുന്നത്, കണ്ടില്ലേ, കൺവെൻഷണൽ എന്ന് പറയുന്ന ഡെവലപ്മെന്റിലാണ് വരുന്നത്. ഇനി പോസ്റ്റ് കൺവെൻഷനിലോട്ട് വരുമ്പോൾ എന്താന്ന് വെച്ചാൽ അവിടെയും ഉണ്ട് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും. കാരണം ഈ നിയമം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയതാണ്, അല്ലെ. ഓരോ നിയമങ്ങളും കൊണ്ടുവരുന്ന എന്താണ്, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ നിയമം നമ്മുടെ മനുഷ്യരാശിക്ക് ഉതകുന്നതല്ലെങ്കിൽ, നമുക്ക് യാതൊരു ഗുണവും ചെയ്യുന്നതല്ലെങ്കിൽ ആ നിയമത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാം, പൊളിച്ചെഴുതാം എന്ന് പറയുന്നതാണ് പോസ്റ്റ് കൺവെൻഷണൽ വരുന്നത്. ഇവിടെ കൺവെൻഷണലിലാകുമ്പോഴോ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുകയാണ്, നിയമങ്ങൾ നമുക്ക് അനുസരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ആ നിയമങ്ങൾ അനുസരിക്കുകയാണ്, അല്ലെ ആ റൂള് നമ്മൾ പാലിക്കുകയാണ് കൺവെൻഷണൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് കൺവെൻഷണൽ ഡെവലപ്മെന്റിനകത്തും ഉണ്ട്. എന്താണ്, സമൂഹത്തിന് കുറെ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ആ നിയമങ്ങൾ മനുഷ്യരാശിക്ക് ഉതകുന്നതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ സാൻമാർഗികമായിട്ടുള്ള കാര്യങ്ങൾ, നീതി, അങ്ങനത്തെ ഉള്ളതൊക്കെ വരുന്നത് ഏതാണ്, പോസ്റ്റ് കൺവെൻഷണൽ ആണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ആൻസർ ഏതാ വരുന്നത്, കൺവെൻഷണൽ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ? പ്രീ സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന്. എവറി ചൈൽഡ് ഈസ് കേപ്പബിൾ ഓഫ് ലേണിംഗ് regardless of the circumstances of birth and background. അടുത്തത്, children are natural researchers with great observation skills. Children learn best when they are respected, valued and fully involved in the learning process. എന്നിട്ട് തന്നേക്കാണ് എയും ബിയും ആണോ, എയും സിയും ആണോ, ബിയും സിയും ആണോ, അല്ലെങ്കിൽ എല്ലാമാണോ ആൻസർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എവറി ചൈൽഡ് ഈസ് കേപ്പബിൾ ഓഫ് ലേണിംഗ് റിഗാർഡ്ലെസ് ഓഫ് ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ബർത്ത് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള കഴിവില്ലേ, അവരുടെ ജീവിത സാഹചര്യം ഏതാണ്, അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഏതാണ്, ഇതൊന്നും നോക്കാതെ തന്നെ അവർക്ക് ലേൺ ചെയ്യാനുള്ള കഴിവുണ്ട്. ചിൽഡ്രൻ ആർ നാച്ചുറൽ റിസർച്ചേഴ്സ് വിത്ത് ഗ്രേറ്റ് ഒബ്സർവേഷൻ സ്കില്ല്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസർച്ചേഴ്സ് ആണ്, അല്ലേ, അവർക്ക് ഒരുപാട് ഒബ്സർവേഷൻ സ്കില്ലുണ്ട്. ചിൽഡ്രൻ ലേൺ ബെസ്റ്റ് വെൻ ദേ ആർ റെസ്പെക്റ്റഡ്, വാല്യൂഡ് ആൻഡ് ഫുള്ളി ഇൻവോൾവ്ഡ് ഇൻ ദ ലേണിംഗ് പ്രോസസ്. അതുകൊണ്ട് ആൻസർ ആയിട്ട് വരുന്നത് ഓൾ ദ എബോവ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, പ്ലേ ബേസ്ഡ് ലേണിംഗ് ഇൻ വിച്ച് ചിൽഡ്രൻ ലീഡ് ദ ആക്ടിവിറ്റി but adult actively facilitate the play activity is known as എന്ത് പേരാണെന്ന്. ഗൈഡഡ് പ്ലേ ആണോ, ഫ്രീ പ്ലേ ആണോ, സ്ട്രക്ചേർഡ് പ്ലേ ആണോ, ഡയറക്റ്റഡ് പ്ലേ ആണോ? എന്താ ക്വസ്റ്റ്യൻ? പ്ലേ ബേസ്ഡ് ലേണിംഗ് ഇൻ വിച്ച്
children lead the activity but adult actively facilitate. അഡൽട്ടിന്റെ റോൾ എന്താണ്? ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫെസിലിറ്റേറ്റ് ദ പ്ലേ ആക്ടിവിറ്റി ഈസ് നോൺ as. ചിൽഡ്രൻ ആണ് എന്ത് ചെയ്യുന്നത്? അത് ലീഡ് ചെയ്യുന്നത്. വലിയവരുടെ റോൾ എന്ന് പറയുന്നത് എന്താണ്? അഡൽട്ടിന്റെ റോൾ എന്ന് പറയുന്നത് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, പ്ലേയെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് മാത്രമാണുള്ളത്. എങ്കിൽ അതിനെ വിളിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം, ഗൈഡഡ് പ്ലേ എന്നാണ്. ഫ്രീ പ്ലേ വരത്തില്ല, സ്ട്രക്ചേർഡ് അല്ല, ഡയറക്റ്റഡ് അല്ല. ഏതാണ്? ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഉടനെ അഡൽട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏതാണ്? ഗൈഡഡ് പ്ലേ ആണ് ആൻസർ. അടുത്തത്, according to the National Education Policy 2020, the foundation stage covers the children of the age. അതായത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 നിലവിൽ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ഫൗണ്ടേഷണൽ സ്റ്റേജ് ഏതാണ്? എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ് നമ്മൾ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? 6 വയസ്സ് വരെയാണോ? 3 മുതൽ 6 ആണോ? 6 മുതൽ 8 വയസ്സ് വരെയാണോ? അല്ലെങ്കിൽ 3 മുതൽ 8 വയസ്സ് വരെയാണോ എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള ആ ഒരു സമയത്തെയാണ് ഫൗണ്ടേഷണൽ സ്റ്റേജ്. അതായത് കുട്ടിയുടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഫൗണ്ടേഷണൽ സ്റ്റേജ്. ഏത് പ്രകാരം? ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 3 to 8 ഇയേഴ്സ് ആണ്. എന്നാൽ നമുക്ക് നോക്കാം, ആ ഫൗണ്ടേഷണൽ സ്റ്റേജ് 3 to 8 ഇയേഴ്സ് ആണെങ്കിൽ അടുത്ത സ്റ്റേജ് ആണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നുള്ളത്. അത് 8 മുതൽ 11 വയസ്സ് വരെയാണ്. അടുത്തത് മിഡിൽ സ്റ്റേജ് ആണ്. അത് 11 മുതൽ 14 വയസ്സ് വരെയും. സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നത് 14 മുതൽ 18 വയസ്സ് വരെയാണ്. അപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് കുട്ടികളുടെ ആ സ്റ്റേജസ്, ആ വയസ്സ് നമ്മളൊന്ന് ഓർത്തു വെച്ചേക്കണം. ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 3 മുതൽ 8 വയസ്സ് വരെയും, പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് 8 മുതൽ 11 വയസ്സ് വരെയും, മിഡിൽ സ്റ്റേജ് എന്ന് പറയുന്നത് 11 മുതൽ 14 വയസ്സ് വരെയും, സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നത് 14 മുതൽ 18 വയസ്സ് വരെയുമാണ്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഈസ് കറക്റ്റ്? പ്രീ സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Preschool education prepares children for formal education. Preschool education is a result-oriented program. Preschool education provides a conducive environment for the overall development of the child. അപ്പോൾ ഇതിനകത്ത് ഏതാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദിച്ചേക്കുന്നത്? only A and C. A എന്തായിരുന്നു? പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രിപ്പയർസ് ചിൽഡ്രൻ ഫോർ ഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർമൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് എ കൺഡ്യൂസീവ് എൻവയോൺമെന്റ് ഫോർ ദ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. അതും ഇതിനകത്ത് ഉൾപ്പെടും. ഇനി ഇതല്ലേ ആൻസർ പറഞ്ഞത്? ഇത് രണ്ടും ആൻസർ ആണ് അല്ലേ? ഏതല്ല? പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഇസ് എ റിസൾട്ട് ഓറിയന്റഡ് പ്രോഗ്രാം. പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ ഒരു റിസൾട്ട് ഓറിയന്റഡ് പ്രോഗ്രാം ആണോ? ഒരിക്കലുമല്ല. അവിടെ റിസൾട്ടിന് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല. കുട്ടികൾക്ക് നൽകുന്ന ആ ബേസ് അല്ലെങ്കിൽ അവരുടെ ഫോർമൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള അടിത്തറയാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. ഒരിക്കലും എന്ത് നമ്മളവിടെ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. അവരുടെ റിസൾട്ട് എന്താണ്, എന്ത് പഠിച്ചു, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. അടുത്തത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രീ സ്കൂൾ ചിൽഡ്രൻ? പ്രീ സ്കൂൾ ചിൽഡ്രൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്നാണ്? ചിൽഡ്രൻ മോസ്റ്റ്ലി ലേൺ ബൈ ഇമിറ്റേഷൻ. ചിൽഡ്രൻ ആർ മോട്ടിവേറ്റഡ് when given opportunities and encouragement. Abstract thinking are developed in children. Children are self-centered and see everything from their own point of view. ഇതിൻ്റെ ആൻസർ ഏതാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പം ഇതിൻ്റെ ആൻസർ ഏതാ വരുന്നത്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് തിങ്കിങ് ആർ ഡെവലപ്ഡ് ഇൻ ചിൽഡ്രൻ. അത് ഇതിൻ്റെ ഒരു പോയിന്റ് അല്ല എന്നുള്ളത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് among the following is not a characteristic of preschool education?
പ്രീ സ്കൂൾ ചിൽഡ്രൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതാണ്? അവിടെ അബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ടാകുന്നില്ല. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? അബ്സ്ട്രാക്ട് തിങ്കിങ് ആർ ഡെവലപ്ഡ് ഇൻ ചിൽഡ്രൻ. അബ്സ്ട്രാക്ട് തിങ്കിങ് കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ഈ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത്? അതായത് നമുക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ചെറിയ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ കണ്ണുകൊണ്ട് കാണാനും തൊട്ടു നോക്കാനും പറ്റുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പഠനമാണ് അവർക്ക് നടക്കുന്നത്. കാരണം ഇപ്പോൾ കുട്ടികളെ ആപ്പിളിനെ പറ്റി പഠിപ്പിക്കുന്നു. നമുക്ക് കുട്ടികളെ അത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇത് ആപ്പിളാണ്, ഇതിൻ്റെ കളറ് ഇന്നതാണ്, ഇതിന് ഇന്ന രുചിയാണുള്ളത്. അപ്പോൾ അവർക്ക് കാണാനും പറ്റും, തൊട്ടു നോക്കാനും പറ്റും. അതാണ് കോൺക്രീറ്റ് വസ്തുക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂർത്ത വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ നടക്കുന്നത് അത്തരം പഠനമാണ്. എങ്ങനെയാണ്? കാണാനും തൊട്ടു നോക്കാനും പറ്റുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള പഠനമാണ്. അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രീ സ്കൂൾ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പറയുകയാണ് നമുക്ക് നമ്മുടെ സോളാർ സിസ്റ്റത്തെ പറ്റി പഠിക്കാം എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഈ വലിയ പ്ലാനറ്റ് ഇന്നതാണ്, ചെറുത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് വിചാരിക്കുക. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവുമോ? ഒരു ഇമാജിനേഷൻ പോലും ഇല്ല, അല്ലേ? അപ്പോൾ പ്രീ സ്കൂൾ കുട്ടികൾക്ക് ഒരിക്കലും പറ്റാത്തതാണ് ഏതെന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്നുള്ളത്. അപ്പം അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും പറ്റത്തില്ല, തൊട്ടു നോക്കാനും പറ്റത്തില്ല, അങ്ങനെയുള്ള വസ്തുക്കളാണ് അബ്സ്ട്രാക്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ വലിയ കുട്ടികൾ മുതിരുന്ന സമയത്ത് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് അല്ലെ 5ാം ക്ലാസ് ഒക്കെ ആയിക്കോട്ടെ, അവർക്ക് ആ ഒരു ഇമാജിനേഷൻ പവർ ഉണ്ടാകുന്ന സമയത്ത് ഈ അബ്സ്ട്രാക്ട് തിങ്കിങ്ങിനുള്ള ശേഷി ഡെവലപ്പ് ചെയ്ത് വരും. ഇപ്പം നമ്മുടെ അടുത്ത് പറയുകയാണ് ഈ പറയുന്ന ഗ്രഹങ്ങളെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് നമ്മളത് മനസ്സിൽ കാണത്തില്ലേ? ബിംബങ്ങളായിട്ട് മനസ്സിൽ കാണുക. വലിയ ഗ്രഹം ഇന്നതാണ്, ചെറുത് ഇന്നതാണ്, അല്ലെങ്കിൽ തിളക്കമുള്ളത് ഇന്നതാണ്, ഇന്നടുത്ത് എന്താണ് കോൾഡസ്റ്റ് ആണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അതെല്ലാം എന്ത് ചെയ്യുകയാണ്? ഇമാജിൻ ചെയ്യും. അങ്ങനെയുള്ളൊരു പവർ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ പ്രീ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഒരു ഇതല്ല, അതായത് പ്രത്യേകതയല്ല ഏതെന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് തിങ്കിങ്. ഒരിക്കലും കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളിൽ അബ്സ്ട്രാക്ട് തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നതേയില്ല. അപ്പം ചിൽഡ്രൻ മോസ്റ്റ്ലി ലേൺ ബൈ ഇമിറ്റേഷൻ ആണോ? ചിൽഡ്രൻ മോസ്റ്റ്ലി ലേൺ ബൈ ഇമിറ്റേഷൻ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളുടെ പ്രത്യേകതയാണ് ഏതെന്ന് പറയുന്നത് അനുകരണ വാസന, ഇമിറ്റേഷൻ എന്നുള്ളത്. അവർ ഈ അംഗനവാടിയിലൊക്കെ പോയ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം ടീച്ചർ പഠിപ്പിക്കുന്നത് പോലെയും അല്ലെങ്കിൽ അത് ടീച്ചർ സാരി ഉടുക്കുന്നത് പോലെയൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? അനുകരിക്കും. അല്ലെങ്കിൽ അവർ കാണുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളായിക്കോട്ടെ അങ്ങനെയൊക്കെ അവരെന്ത് ചെയ്യും? അനുകരിക്കും. അപ്പോൾ കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് എങ്ങനെയാണ്? അനുകരണത്തിലൂടെയാണ്, ഇമിറ്റേഷനിലൂടെയാണ്. അപ്പോൾ നമുക്കത് ഇതിൻ്റെ ആൻസറായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ചിൽഡ്രൻ ആർ മോട്ടിവേറ്റഡ് വെൻ ഗിവൺ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എൻകറേജ്മെന്റ്. അവർക്ക് ഓപ്പർച്യൂണിറ്റീസും എൻകറേജ്മെന്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? സ്വയം മോട്ടിവേറ്റഡ് ആവും. അവർ വീണ്ടും ആ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാനായിട്ട് അവർക്ക് ഇഷ്ടമാണ്. ഇനി ചിൽഡ്രൻ ആർ സെൽഫ് സെന്റേർഡ് ആൻഡ് സീ എവറിഥിങ് ഫ്രം ദെയർ ഓൺ പോയിന്റ് ഓഫ് വ്യൂ. കുട്ടികൾ ഓരോ കാര്യങ്ങളും അവരുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി കാണുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരുന്നത്? അബ്സ്ട്രാക്ട് തിങ്കിങ് ആർ ഡെവലപ്ഡ് ഇൻ ചിൽഡ്രൻ എന്നുള്ളത് ഇതിൻ്റെ ആൻസറായിട്ട് വരത്തില്ല. നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രീ സ്കൂൾ ചിൽഡ്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സി ഓപ്ഷനാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.